ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ ദൈവം ഇന്ന് പകല് നമുക്കായി ഒരുക്കി തന്ന ആ വലിയ ദൈവിക സ്നേഹത്തെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന, നമ്മുടെ കണ്ണുനീരിനെ മാറ്റുന്ന സ്തോത്രമാലയ ഒരു സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തില ഇന്ന് പകൽ നമ്മൾ ഇരിക്കുന്നെന്ന് പൂർണ്ണ ബോധ്യത്തോടെ, ഭയത്തോടെ നാം ഏകാലിക ദൈവസ്ഥനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി നമ്മുടെ കണ്ണുനീരിന് ആരും പലപ്പെടുത്തില്ല. കർത്താവായ യേശുവച്ചൻ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല. ഇന്ന് പകൽ എനിക്കായിട്ടൊരു വഴി തുറക്കുന്ന പകലാണ്. ഇന്ന് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു വഴി തുറക്കാമോ? എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോകുമോ? എൻ്റെ കുടുംബത്തിനെ എതിരെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ചില ശത്രുവിന്റെ മുഖത്തെ ഇന്ന് പകല് എടുത്തു മാറ്റാൻ പോകുമോ? സ്വർഗത്തിലെ ദൈവം നിശ്ചയമായി ഇന്ന് പകല് എൻ്റെ കുടുംബത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യും. ഇന്ന് അപ്രകാരം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനകത്ത് നിശ്ചയമായി കർത്താവിന്റെ മറുപടി ആര് തരും? കർത്താവായ യേശുവിനെ തരും. ഇന്ന് പകല് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, കുരുടനെ കാഴ്ച കൊടുത്തവൻ എൻ്റെ ദൈവം, ചെകിടനെ ചെവി കേൾപ്പിച്ചത് എൻ്റെ ദൈവം, ഊമനെ സംസാരിച്ചത് എൻ്റെ ദൈവം, പക്ഷപാതക്കാരനെ കിടക്കയെടുത്തോണ്ട് പോവാൻ പറഞ്ഞപ്പോൾ അവൻ കിടക്കയെടുത്തോണ്ട് ഓടിപ്പോയവരാ. അമികാലിന് സ്തോത്രം. അരയ്ക്കുന്നപ്പോൾ തളർന്നു പോയവന്റെ കാലില് അവൻ ബലം കൊടുത്ത് അവൻ അമികാലിന് നടക്കുവാൻ അവന് ഭാഗ്യം കൊടുത്തവനാ ദൈവം. ജന്മനാൽ രോഗികളെ രോഗം മാറ്റിയവനാ എന്റെ ദൈവം. അമികാലിന് സ്തോത്രം. മരിച്ച് നാറ്റം വെച്ച് 4 ദിവസം കല്ലറയിൽ പുറത്തു കൊണ്ടുവരുന്നതാണ് എന്റെ ദൈവം. എങ്കിൽ ഇന്ന് പകൽ എന്റെ കുടുംബത്തിന്റെ വിഷയത്തിനകത്ത്, എന്റെ തലമുറയുടെ വിഷയത്തിനകത്ത് സ്വർഗം തുറക്കുക, എനിക്ക് വേണ്ടി തുറക്കുക. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ ഭക്തന്മാർ എവിടെ കൂടുന്നു അവിടെ ശ്രദ്ധയോടെ കർത്താവ് ഇരിക്കും. അവരെ സംസാരിക്കുന്ന ശ്രദ്ധയോട് കേട്ടിരിക്കും. ഇന്ന് പകല് നിങ്ങൾ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുക. ഇന്ന് പകല് ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. ഞങ്ങളുടെ തലമുറകളിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കകത്ത് ദൈവത്തിന്റെ മറുപടി വരാൻ പോവുക എന്ന് വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് പകരം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. മോശയോട് ഉൾപ്പെടെ ദൈവം സംസാരിച്ചതുപോലെ ഇന്ന് പകരത്തിന്റെ കാതിനോടൊപ്പം ഇന്ന് ദൈവം സംസാരിക്കുക. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് സംസാരിക്കുക. നിന്റെ വിഷയത്തിന് വേണ്ടി ഇറങ്ങി വന്ന് സംസാരിക്കുക. ഇന്ന് നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം സംസാരിക്കുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം സംസാരിക്കുക. ഇന്ന് പൂർണ്ണ ഹൃദയത്തോട് നീ ഏറ്റെടുക്കേണ്ട ഇറങ്ങി സ്വർഗത്തിൽ ദൈവം എന്ന് വിളിച്ചു പറയുക. ദൈവത്തിന്റെ അത്ഭുതത്തോടെ നീ ഇറങ്ങി പോകുന്നു. കർത്താവിന്റെ അത്ഭുതത്തോട് ഇന്ന് പകൽക്കാരന്റെ അത്ഭുതമാണ്. 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 എന്റെ ദൈവം ഒരു അത്ഭുതമാണ്. അത്ഭുതമാക്കുക. എന്റെ എല്ലാ വിഷയത്തിനകത്തും, എന്റെ എല്ലാ പ്രതികൂലത്തിനകത്തും, എന്റെ എല്ലാ പ്രതിസന്ധിക്കകത്തും കർത്താവായ യേശു ഒരു അത്ഭുതം ചെയ്യുന്ന പകല ഇന്നത്തെ പകൽ. ഞാനത് വിശ്വസിക്കുന്നു എന്നുള്ള ഒരു കരകളിലൂടെ സ്തുതിച്ചേ. നിശ്ചയമായി കർത്താവ് ആ വിഷയത്തിനകത്ത് എന്ത് ചെയ്യും? ഒരു മറുപടി ആയിരിക്കും. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവമക്കളെ. സ്തോത്രം. എല്ലാ സഭയും ഇന്നത്തെ പെന്തക്കോസ്ത് സഭകള് എല്ലാം ഉണ്ടായത് വലിയ കാഴ്ചപ്പാടുകളാണ്. ദൈവത്തിന്റെ വലിയ പ്രമാണത്തിന്റെ, ദൈവവചനത്തിന്റെ വലിയ കാഴ്ചപ്പാടുകൂടെ എല്ലാ സഭയും ഉണ്ടായത്. ഒരു സഭ പോലും കാഴ്ചപ്പാടില്ലാതെ വന്നതല്ല. ചെറിയ കൂട്ടമായാലും വലിയ കൂട്ടമല്ല ആയത്. ചെറിയ കൂട്ടത്തിൽ നിന്നാണ് വലിയ കൂട്ടമായത്. ഇന്ന് വലിയ കൂട്ടമായി കഴിഞ്ഞപ്പോ ഈ കാഴ്ചപ്പാടിനുള്ള എന്തെങ്കിലും മങ്ങൽ വരാൻ തുടങ്ങി. മാനുഷിക കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. സ്തോത്രം. ഈ കാഴ്ചപ്പാടിനല്ല എന്തെങ്കിലും പൂർണ്ണമായും മങ്ങൽ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്ന് ചിന്തിച്ചൊരു വിഷയമാണ്. ചെറിയ കൂട്ടമായിരുന്നു, തള്ളപ്പെട്ട കൂട്ടമായിരുന്നു. ആ തള്ളപ്പെട്ട കൂട്ടത്തിനും ചെറിയ കൂട്ടത്തിനും ഒറ്റ കാഴ്ചപ്പാടേ
എന്നൊരു കാഴ്ചപ്പാട്, നിത്യത അവകാശമാക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പോഴേ നിത്യത അവകാശമാക്കണമെങ്കിൽ ഈ ലോകത്തിൽ ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യ പ്രകാരമോ അല്ലെങ്കിൽ എന്റെ പാരമ്പര്യ രീതിയോ ഞാൻ ജീവിക്കാൻ പാടില്ല. ഞാൻ ജീവിക്കണമെങ്കിൽ ദൈവവചന പ്രകാരം അനുസരിച്ച് ജീവിച്ചാലേ എനിക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നിത്യത അവകാശമാക്കാൻ പറ്റും. ഈ കാഴ്ചപ്പാട് വന്നപ്പോൾ ഈ കാഴ്ചപ്പാടുള്ള കൂട്ടം കുറച്ചേ ഉള്ളത്. പക്ഷേ ഈ കാഴ്ചപ്പാടിൽ മാത്രം അവർ നിന്നേ. അവര് സ്വത്തോ സുഖമോ അല്ലെങ്കിൽ സ്വന്തമായ വലിയ ആഡംബര ജീവിതമോ ഒന്നും അവർ നോക്കിയില്ല. എല്ലാത്തിനെയും അവർ എന്ത് ചെയ്തു, ചപ്പും ചവറുമായിട്ട് കണ്ട് സകലതും വിട്ട് അവരിറങ്ങി വന്നു. ചിലവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്, ചിലർക്ക് സ്വത്ത് കൊടുക്കാതെ ഇറക്കി വിട്ടിട്ടുണ്ട്, യേശുവിനെ അറിയാനെ ഇറക്കി വിട്ടിട്ടുണ്ട്. നമ്മളൊന്നും അത്രയൊന്നും അനുഭവിച്ചിട്ടില്ല. നമ്മളൊന്നും അത്രയും പ്രതികൂലമോ പ്രയാസമോ സങ്കടമോ അനുഭവിച്ചിട്ടില്ല. അവരെല്ലാം വിട്ട് ഇറങ്ങി വന്നു. പക്ഷേ അവർ തലമുറകളെ കർത്താവ് എന്ത് ചെയ്തു, സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു. അവരിറങ്ങി വന്ന കൂട്ടം ചെറുതാണെങ്കിൽ ആ വലിയ കൂട്ടമാക്കി തീർന്നു. വലിയ കൂട്ടമായി തീർന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ കാഴ്ചപ്പാട് മാറി. പിന്നെ മുതൽ എന്തുവാ, ലോകമായിട്ടുള്ള ബന്ധത്തിലേക്കായി അവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇന്ന് പല സഭകളും എന്ത് പല രീതിയിലുള്ള പരിഹാസങ്ങളും അപമാനവും വിശ്വാസപരമെല്ലാം പ്രസംഗിക്കുന്നത്. ഞാൻ ഓർക്കുക, ഭയങ്കര അറിവ് ഉണ്ണിയതായപ്പോൾ പ്രശ്നം. പണ്ട് അറിവില്ലായിരുന്നു. അറിവില്ലാത്തപ്പോൾ കുറച്ചെല്ലാം അറിവ് ഉണ്ണാത്തവർക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷെ ഇന്ന് അറിവ് കൂടിയപ്പോൾ എന്തുവാ, വിശ്വാസം. ലോകത്തിന്റെ ഒന്നിനുമല്ല ദൈവമക്കൾ പെന്തിക്കോസ് സഭ ഇറങ്ങിയത്. ഇന്ന് സ്വർഗത്തെ നോക്കിയ പെന്തിക്കോസ് സഭ ഇറങ്ങിയെന്ന് പറയുന്ന പെന്തിക്കോസിൽ നിന്നും നോക്കുന്നത് മൊത്തം എന്തുവാ, ലോകത്തെ നോക്കിയ. ഞാൻ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കാര്യം ഓർത്തു. സമ്പത്ത് കൂടി ആളുകൂടി സഭ അനുഗ്രഹപ്പെടാൻ തുടങ്ങിയപ്പോ കാഴ്ചപ്പാട് എന്ത് ചെയ്യുന്നു, മങ്ങി. കാഴ്ചപ്പാട് ചിലവരുടെ വ്യക്തികളോട് ചില വ്യക്തിബന്ധങ്ങൾക്ക് വേണ്ടിയെല്ലാം എന്ത് ചെയ്തു, കാഴ്ചപ്പാട് മാറി കൊടുക്കാൻ തുടങ്ങി. മാറിയല്ല അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. കുഴപ്പമില്ല, ഇതെല്ലാം കുഴപ്പമില്ല, ഇതെല്ലാം കർത്താവ് എന്ത് ചെയ്യും, ക്ഷമിക്കും എന്നെല്ലാം പറഞ്ഞ് പല രീതിയിൽ കൊണ്ടുവരാൻ. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ സഭയ്ക്കകത്ത് 13 വർഷം കൊണ്ട് ഒരു കാഴ്ചപ്പാടില ഇറങ്ങി തിരിച്ചു. കാഴ്ചപ്പാടിൽ ഇറങ്ങി 13 വർഷം എന്ന് പറഞ്ഞാൽ 10-30 വർഷത്തിന് മുമ്പേ സുശീല വരയ്ക്കകത്ത് ഞാനുണ്ടെങ്കിൽ 13 വർഷമായുള്ള ഈ സഭയുടെ കാഴ്ചപ്പാടി വന്നത്. ഈ 13 വർഷം കൊണ്ട് ബഥേൽ വർഷിപ്പ് സെന്റർ എന്ന് പറയുന്ന ഒരു സഭയുടെ കാഴ്ചപ്പാടി വന്നത് 13 വർഷമായിരുന്നു. ഈ 13 വർഷം കൊണ്ട് ബഥേൽ വർഷിപ്പ് സെന്റർ എന്ന് പറയുന്ന ഒരു സഭയുടെ കാഴ്ചപ്പാട്, ദൈവം തന്ന ചില കാഴ്ചപ്പാടുകൾ. കാര്യം എന്തുവാ, മറ്റടുത്തൊന്നും ആ കാഴ്ചപ്പാടില്ല. മറ്റടുത്ത് പ്രസംഗമേ ഉള്ളൂ, അതില്ല ഇതില്ല. ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങി, ആരോട് പറയാൻ തുടങ്ങി, ദൈവത്തോട് പറയാൻ തുടങ്ങി. എന്നെ പുറത്ത് മീറ്റിങ്ങിന് വിടുമ്പോഴും ചർച്ചകോട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനകത്ത് ഞാൻ ഇരിക്കുമ്പോഴും പലയിടത്തും ഞാൻ പോകുമ്പോഴും എല്ലാം ഞാൻ എന്നോട് തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഇതെല്ലാം പറച്ചിലേ ഉള്ളൂ, എവിടില്ല, കർത്താവിന്റെ സന്നിധിയില്ല, കർത്താവിന്റെ സന്നിധിയില്ല. ഇത് പറയാനുള്ള കാര്യം ഒന്നും അറിയാമോ? ഒന്ന്, ശൂന്യത എന്നെ ദൈവം വിളിച്ചു. വട്ടപൂജ്യമായി ശൂന്യത എന്നെ വിളിച്ചത്. വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാൻ എനിക്കില്ല, പിടിച്ചു കയറാൻ എനിക്കില്ല. എല്ലാം ശൂന്യതയാണ് ആര് വിളിച്ചത്? കർത്താവായ യേശു എന്നെ വിളിച്ചത്. പക്ഷേ ഞാൻ പിന്നെ നോക്കിയത് മൊത്തം ആരെയാണ്? കർത്താവിനെ. കർത്താവിനെ ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാൻ ദൈവമക്കളെ, പിന്നെ നോക്കിയത് മൊത്തം ഞാൻ കർത്താവിനെ. സ്തോത്രം. ഇന്ന് ആ സാക്ഷ്യം പറയണമെന്ന് ഞാൻ 2 സാക്ഷിയോട് ദൈവം ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു. സ്തോത്രം. ഞാൻ നിന്ന് ഇറങ്ങി തിരിച്ചത് കർത്താവിനെ നോക്കിയത്. പിന്നെ എന്റെ അപ്പനെ ഞാൻ നോക്കിയിട്ടില്ല, അമ്മയെ നോക്കിയിട്ടില്ല, സഹോദരങ്ങളെ നോക്കിയിട്ടില്ല, ബന്ധങ്ങളെ നോക്കിയിട്ടില്ല, കൂട്ടുകാരെ നോക്കിയില്ല. എല്ലാം ഉപേക്ഷിച്ചു. ഞാൻ ആരെ നോക്കാൻ തുടങ്ങി? ക്രിസ്തുവിനെ നോക്കാൻ തുടങ്ങി. കാര്യം എന്തുവാ, ഇവരെല്ലാം എന്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് കിട്ടാത്ത സമാധാനം ആര് തന്നു? കർത്താവ് തന്നു. ഇവരെല്ലാം എന്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് കിട്ടിയത് മരിക്കണമെന്നുള്ള ഒറ്റ ചിന്തയാണ്. എനിക്ക് ജീവിക്കണമെന്ന് താല്പര്യമില്ല. പക്ഷേ ഇവരെല്ലാം വിട്ട് ഞാൻ ക്രിസ്തുവിനെ നോക്കിയപ്പോൾ എനിക്ക് ജീവിക്കണമെന്നുള്ള ബോധ്യമാണ്. എനിക്ക് എന്റെ ആർക്ക് വേണ്ടി ജീവിക്കണം? എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കണം. ആ കാഴ്ചപ്പാട് എന്റെ ജീവിതത്തിലാക്കണം. സ്തോത്രം. ഞാൻ ഇറങ്ങി തിരിച്ചു, ദൈവസഭയിൽ ഇറങ്ങി തിരിച്ചു. ആദ്യ സമയങ്ങളിൽ ഒരു 10-30 വർഷത്തിന് മുമ്പ് ആദ്യ സമയത്ത് ഞാൻ ഇറങ്ങി തിരിച്ചപ്പോ എങ്ങനെ എവിടെ എന്തോ അവതരിപ്പിക്കണമെന്നൊന്നും ആർക്കറിയത്തില്ല. എനിക്കറിയത്തില്ല എങ്ങനെ ഇത് തുടങ്ങണം, എന്തോ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്റെ ദുഃഖങ്ങളെല്ലാം ആദ്യം ചില വ്യക്തികളോട് ഷെയർ ചെയ്തു. ചില വ്യക്തികളോട് പരിചയമില്ലാത്ത ദൈവമക്കളോട് ദൈവമക്കളാന്നുള്ള രീതിയിൽ എന്റെ ചിന്ത എന്തുവാ, എല്ലാം ഭയങ്കര യോജിപ്പാണ്, ഭയങ്കര കെട്ടിപ്പിടുത്തവാ, ഭയങ്കര മുഖവിസ്തത്വമല്ല, വെള്ള ഇട്ടതുപോലെ തന്നെ അകത്ത് വെള്ളം ഇട്ടേക്കുക എന്നല്ല ഉള്ള ചിന്തയിലായിരുന്നേ.
സ്വന്തം കെട്ടിപ്പിടിച്ചപ്പോഴെല്ലാം തീരും. ചില ദുഃഖങ്ങളെല്ലാം പറയുമ്പോൾ ഇവർ മാറി ഇങ്ങനെ പരിഹസിക്കണം. അങ്ങനെ ഒരു ദിവസം രാത്രി സ്തോത്രം ഹല്ലേലൂയ, ചില ദിവസങ്ങളിൽ പട്ടിണിയുടെ മധ്യയിൽ ഇരിക്കുമ്പോൾ സ്തോത്രം, എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളെല്ലാം ഉള്ളപ്പോൾ എനിക്ക് ആഹാരം ഉണ്ടായിരുന്നു, ഒന്നിനും കുറവില്ലായിരുന്നു. പക്ഷെ ഞാൻ ക്രിസ്തു യേശുവിലേക്ക് വന്നപ്പോൾ എന്തുവായിരുന്നു? പട്ടിണിയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ശൂന്യ അവസ്ഥയിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. പക്ഷേ പട്ടിണിയായാലും എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു, സമൃദ്ധി ഉണ്ടായിരുന്നു. പക്ഷെ ഇവരെല്ലാം ഉള്ളപ്പോൾ എനിക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. കണക്ക് പറച്ചിലും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വരും, കുറ്റപ്പെടുത്തലെല്ലാം വരും. ഞാൻ 2-3 വിഷയമല്ല ഞാൻ ആദ്യം എന്ത് ചെയ്തു? ചില വ്യക്തികളോട് ഷെയർ ചെയ്തു, ദൈവമക്കളോട് ഷെയർ ചെയ്തു. ഇവരെല്ലാം മാറി എന്നെ പരിഹസിച്ചു. അങ്ങനെ ഒരു ദിവസം സ്തോത്രം പട്ടിണിയുടെ മധ്യയിൽ ബാംഗ്ലൂർ ദേശത്ത് ഒരു ദിവസം ഞാൻ റൂമിനകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കർത്താവേ സ്തോത്രം, ഞാനവർ ദൈവമക്കളെന്നുള്ള രീതിയിലാണ് അവരോട് സ്തോത്രം എൻ്റെ സങ്കടങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷേ അവരെന്നെ മാറി എന്നെ പരിഹസിക്കുന്നു, അപമാനിക്കുന്നു. ഇന്ന് എനിക്കത് വലിയൊരു ചോദ്യചിഹ്നമായി തീർന്നിരിക്കും. 19 വർഷം മുമ്പുള്ള കാര്യമാണ്. ഇങ്ങനെ മണിക്കൂറോളം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ് എന്താപ്പാ, ആരെയാണ് അപ്പോൾ ഞാൻ കാണുന്നത്, എങ്ങനെയാപ്പാ എന്നെല്ലാം അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് അന്ന് തന്നൊരു ദർശനമാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഞാൻ എവിടെ ചെന്ന്, എവിടെ ഈ വചനം യഥാർത്ഥമായ സഭ എവിടെ എന്നെല്ലാം പറയുമ്പോഴാണ് കർത്താവിനോട് പറഞ്ഞു, നിന്നെ വിളിച്ചത് സഭ തുടങ്ങാനാണ്, നിന്നെ വിളിച്ചത് സഭ തുടങ്ങാനാണ്. അപ്പോൾ ദൈവവചന പ്രകാരമുള്ള കാഴ്ചപ്പാടിൽ ഒരു സഭ ഉണ്ടാക്കാനാണ് ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത്. ഇവരെല്ലാം അങ്ങനെ ഉണ്ടാക്കിയതല്ല, ജനിച്ചപ്പോഴേ ഇതേപോലെ സഭയെ സെറ്റപ്പിലൊന്നും വന്നവരല്ല. ഒരുപാട് ശോധനകളും പ്രതികൂലങ്ങളും അനുഭവിച്ച പിതാക്കന്മാരുണ്ട് ഇവർക്ക്. ഇവരെല്ലാം അനുഭവിച്ച പിതാക്കന്മാരുണ്ട്. അവർ വന്ന ആ കാഴ്ചപ്പാടില്ല ഈ സഭയുടെ ഇത്രയും വലിപ്പമാണ്. സ്തോത്രം. എന്നിട്ട് സ്തോത്രം, അപ്പോഴെന്നോട് ദൈവത്തോട് ചോദിച്ച് അതിനുള്ള പ്ലാനും വഴിയെല്ലാം പറഞ്ഞു തരണം. ഞാൻ പിന്നെ പ്രാർത്ഥന അങ്ങനെ. അത് കഴിയുമ്പോൾ ദൈവം എന്നോട് ഒരു കാര്യം വിളിച്ചു പറഞ്ഞു, നിന്റെ ദുഃഖവും പ്രയാസവും നിന്റെ കഷ്ടങ്ങളും നീ ആരോട് ഷെയർ ചെയ്യല്ലേ, എന്നോട് മാത്രമേ ഷെയർ. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരോട് ചോദിച്ചിട്ടുണ്ട്? ദൈവത്തോടെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഭൗതിക നന്മയായാലും ആത്മീയ നന്മയായാലും സ്തോത്രം എന്ത് കാര്യങ്ങളും ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുള്ളൂ. കർത്താവ് എനിക്ക് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ആർക്ക് പ്രശംസ എടുക്കാൻ പറ്റത്തുള്ളൂ? കർത്താവിനെ എടുക്കാൻ പറ്റും. ഇന്ന് പകല് ഞാൻ പറയുക, ഒന്നുകൂടി ബലപ്പെടുത്തുക ദൈവമക്കളെ, ശക്തമായിട്ട് ബലപ്പെടുത്തുക. നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ യാചനകളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒന്നും വെറുതെ പോകത്തില്ല. നിശ്ചയമായി ദൈവം മറന്നു വരും. പക്ഷെ നിങ്ങൾ ആരോടെ പറയാവൂ? കർത്താവിനോടെ പറയാവൂ. കർത്താവിനോടെ പറയാവൂ. ഭാര്യ ഭർത്താവിനോട് പറയാം, അതിന് ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞാൽ ഏക്കത്തില്ല. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞാലും ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാലും അതൊന്നും എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. മക്കളോട് പറഞ്ഞാൽ അംഗീകരിക്കുന്നില്ല. പക്ഷെ നമ്മളെ പൂർണ്ണമായി അറിയുന്ന ആരാണ്? കർത്താവ്. ഞാൻ ഇന്ന് ഒരു കാര്യം പറയട്ടെ. നമുക്ക് മനുഷ്യരെ വേണമെങ്കിൽ പറ്റിക്കാൻ പറ്റും. എന്തോ മനുഷ്യനെ വേണമെങ്കിൽ പറ്റിക്കുമായിരിക്കും. ഞാനിപ്പോൾ എനിക്ക് രോഗമായി, ഒരു രോഗിയായി, എനിക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇരട്ടി ഭാവ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. ഇല്ലേ? ഒരു മനുഷ്യന്റെ സെന്റിമെന്റ്സ് മേടിക്കാൻ ഇരട്ടി എന്ത് ചെയ്യാൻ പറ്റും? ഭാവ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പോൾ ഒറിജിനലായിട്ടായിരിക്കും ഇവർ അനുഭവിക്കുന്നത്. പക്ഷെ എന്നാലും ഈ ചിലവർക്ക് എന്ത് ചെയ്യും? ഇത് കാണുമ്പോൾ ഓവറായി ഇല്ലേ? ഇതെല്ലാം തോന്നും. ചിലവർക്ക് ഇവർക്ക് കഷ്ടമാണ്. നല്ല ഓർമ്മ. ചിലവരെല്ലാം പൈസ മേടിക്കാൻ എങ്ങനെ നമ്മളെ വീട്ടിൽ വരുന്ന എങ്ങനെ എനിക്ക് സഹായം ചെയ്യാനാണ് പറയുന്നത്. ഒരു കണ്ണുനീരും ഒരു ഡയലോഗും പിന്നെ ഒന്നും ഒരു പേപ്പറെല്ലാം എടുത്ത് നമുക്ക് കാണിച്ചു കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് മനസ്സിലാക്കുന്നത് മനുഷ്യനെ എന്ത് ചെയ്യാൻ പറ്റും? കബളിപ്പിക്കാൻ പറ്റും. പക്ഷേ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? കബളിപ്പിക്കാൻ പറ്റും. എത്ര കരഞ്ഞ ആക്ടി കാണിച്ചാലും ആരും പിടിക്കും? ദൈവം പിടിക്കും. അതുകൊണ്ടാ പറഞ്ഞേ, നമ്മൾ ദൈവത്തോട് മറച്ചു വെക്കല്ലേ. ഒറിജിനലായിട്ട് കരഞ്ഞാൽ പോലും ചില മനുഷ്യർ നമ്മളെ ഉപേക്ഷിക്കും. അതുകൊണ്ട് നേരത്തെ ഞാൻ പറയുക, ഒറിജിനലായിട്ട് ഞാൻ കരഞ്ഞു, എന്നെ പരാതി പറഞ്ഞപ്പോൾ അല്ല അവരിൽ നിന്ന് നിന്ദിച്ചു, പരിഹസിച്ചു. പക്ഷെ ആരെടുത്ത് പറയാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് സമാധാനം കിട്ടാൻ തുടങ്ങി. ദൈവത്തോടെ എന്ത് വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോടെ പറയാം. ദൈവത്തോടെ പറയാം. എന്ത് വിഷയങ്ങളുണ്ടെങ്കിൽ ദൈവത്തോടെ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പനി പിടിച്ച് നടക്കുക, പനി പിടിച്ച് പാലം പെട്ട് നടക്കുക. അന്നാലേക്ക് ചുണ്ടനെ ചാടിക്കുന്നു. എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയാറുണ്ട്.
പക്ഷെ പാവതി ഇതെല്ലാം എനിക്ക് ചെയ്തു തരാമോ? സ്വന്തം എനിക്കറിയാം വയ്യ, പ്രയാസമുണ്ട്. സ്വന്തം അതുപോലെ ഞാൻ ചായ ഇടാൻ പോയാൽ സമ്മതിക്കത്തില്ല, തന്റെ ചായ എടുക്കും. എങ്കിൽ പോലും ഞാൻ പറയുക, ഈ സങ്കടം ആരാ കാണുന്നത്? അതുകൊണ്ട് ഒരു പുസ്തകം പരിഹരിച്ചോളൂ എന്ന് ആരും സൗഖ്യമുണ്ട്. സ്വന്തം ചിലപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം ആർക്കും മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം ആർക്കും മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിന് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ദൈവ സൃഷ്ടാവാണ്, നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഏതെല്ലാം സമയം വേണമെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. ദൈവത്തിനറിയാം. ഞാൻ അങ്ങോട്ട് പറഞ്ഞേ, 30 വർഷത്തിന് മുമ്പ് ഞാൻ തീരുമാനം എടുത്തതാ, ഇനി ഞാനൊരു പരാതി ആരോട് പറയത്തില്ല, മനുഷ്യരോട് ഞാൻ പറയത്തില്ല, എന്റെ ദൈവത്തോട് ഞാൻ പറയത്തില്ല. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ദൈവം വിശ്വസനാണ്. ഒരു പരാതി പോലും പെൻഡിങ് വെച്ചിട്ടില്ല. അന്നത്തെ ഒരു പരാതി പോലും പെൻഡിങ് വെച്ചിട്ടില്ല. ആര് തന്നിട്ടുണ്ട്? ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് പ്രിയ ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കും, നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ട് കാണാതെ പോകുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞ 13 വർഷമേ ആയിട്ടുള്ളൂ ഈ ഒരു കാഴ്ചപ്പാട്, അന്ന് തന്ന കാഴ്ചപ്പാടിലേക്ക് സഭ വന്നു. അന്ന് തന്ന എന്തൊക്കെ ദൈവം തന്നു, ആ സഭ ഇന്ന കാര്യം ചെയ്യണം, അത് ഇങ്ങനെ ചെയ്യണം, അതെല്ലാം ഞാൻ എന്ത് ചെയ്തു? സ്തോത്രം. ദൈവം വെച്ചതുപോലെ, ടേപ്പ് പറഞ്ഞ പോലെ, ചെവി കേട്ടതുപോലെ എന്ത് ചെയ്തു? ഇതുവരെയും ചെയ്തു. സഭ തുടങ്ങി കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ സ്തോത്രം ആരലിയ ആള് കൂടി സഭയ്ക്കകത്ത് ആള് നല്ലോണം കൂടി കഴിഞ്ഞപ്പോഴും ഈ കാഴ്ചപ്പാട് മാറി. ഈ കാഴ്ചപ്പാട് ശക്തമാക്കിയപ്പോഴേ ആള് പറയാൻ തുടങ്ങി. സ്തോത്രം. മറ്റിടത്തെല്ലാം എന്ത് പറ്റി? ആള് കൂടി, സമ്പത്ത് കൂടിയപ്പോ എന്ത് ചെയ്തു? അവര് പലതും എന്ത് ചെയ്യാൻ തുടങ്ങി? കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? എടുത്ത് കളയാൻ തുടങ്ങി. ഇന്ന് പെന്തിക്കോസ്തിനകത്ത് MLA സ്ഥാനാർത്ഥി വരെ നിൽക്കണമെന്നല്ല പറയുന്നത്. സ്തോത്രം. അത്രയ്ക്ക് അതമ്പതിച്ചു. സ്തോത്രം. അത്രയ്ക്ക് അതമ്പതിച്ചു. ഞാൻ പറയാം, ശീമോനെ നമുക്ക് ദൈവത്തെ സേവിക്കാൻ പറ്റില്ല, ആരെങ്കിലും ഒരാളെ സേവിക്കാൻ പറ്റും. ഞാൻ ലോകത്തിന്റെ സുഖത്തിന് വേണ്ടി അല്ല വന്നത്, ഞാൻ നിത്യതയ്ക്ക് വേണ്ടി വന്നതാണ്. തിരിച്ചറിയും, ഞാൻ നിത്യതയ്ക്ക് വന്നതാണ്. നിന്നെ ഡോക്ടറേറ്റ് വരെ എടുത്തു, വിദ്യാഭ്യാസം തന്നു, ജ്ഞാനം തന്നു, അറിവ് തന്നു. പെന്തിക്കോസ്തിനകത്ത് ഡോക്ടറേറ്റ് എടുത്തവരില്ലായിരുന്നു, പക്ഷെ അതിന് ഡോക്ടറേറ്റ് അനേകം ദൈവം തന്നു. വിദ്യാഭ്യാസത്തിന്റെ ജ്ഞാനവും അറിവും ബൈബിൾ എവിടെയും സംസാരിക്കാൻ, ഉപദേശിച്ചു കഴിഞ്ഞാൽ പറയാനുള്ള കഴിവെല്ലാം തന്നു. അപ്പോൾ നീ എന്തു ചെയ്യുന്നത്? നീ പിന്നെ മൊത്തം പോകുന്നത് എങ്ങോട്ടാ? ദൈവത്തിനെ സന്തോഷിപ്പിക്കാനല്ല. എങ്ങോട്ടാ പോകുന്നത്? ലോകത്തെ സന്തോഷിപ്പിക്കാൻ. ഇന്ന് ദൈവമക്കളെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഇന്ന് പകല് പ്രാർത്ഥിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, നിങ്ങളെ പോക്കിലെ വരവിലെല്ലാം നിങ്ങൾ എപ്പോഴും ദൈവത്തോട് ചോദിക്കണം, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഈ ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളതാണ്. സ്തോത്രം. എൻ്റെ സ്വന്തക്കാർക്കോ എൻ്റെ ബന്ധുക്കൾക്കോ ഇഷ്ടമുള്ളതല്ല, എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ മക്കൾക്കോ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ ഇഷ്ടപ്പെടുന്നതല്ല, എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു വന്നൊരു ദൈവത്തോട് പ്രാർത്ഥി, ദൈവം അപ്പോൾ പറയും ഇതെനിക്ക് ഇഷ്ടമല്ല. അപ്പോഴും ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നത് അപ്പോഴും നമുക്ക് മനസ്സിലാക്കാറുണ്ട്. ദൈവം പറയും ഇത് എന്റെ ഇഷ്ടമാണ്, ഇത് നിന്റെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നീ ചില ശോധനകൾ പ്രതികൂലം വരുന്നു. എന്റെ ഇഷ്ടത്തിൽ നിന്ന് മാറി നിന്റെ ഇഷ്ടത്തിലേക്ക് എന്നെ കൊണ്ടുവരുമ്പോൾ നീ പല ശോധനകളും പ്രതികൂലങ്ങളും അനുഭവിക്കും. ഇന്ന് പകൽ ഓർത്തോ ദൈവമക്കളെ, ദൈവത്തിന്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ ഓർക്കുക, കാഴ്ചപ്പാട് അത് 3 വർഷമായിട്ട് കാഴ്ചപ്പാട് മാറിയില്ല. ആള് കൂടിയപ്പോഴും മാറിയില്ല, ആള് കുറഞ്ഞപ്പോഴും മാറിയില്ല, ഇപ്പോഴും മാറിയിട്ടില്ല. ഈ കാഴ്ചപ്പാട് തന്നെ നിൽക്കുന്നത്. കാര്യം എന്തുവാ? ഈ കാഴ്ചപ്പാട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതാണ് പറയും. ചിലർ പറയുന്നുണ്ട്, ഞാൻ സ്തോത്രം കഴിഞ്ഞ ദിവസം സുനിത എന്നെ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ഓർക്കുന്നത്. എൻ്റെ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു ദൂതുണ്ടായിരുന്നു, പെന്തിക്കോസ്തിനകത്തൊരു പെന്തിക്കോസ് ഉണ്ടാവും. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു, പ്രസംഗിക്കാൻ കേട്ടു, പെന്തിക്കോസ്തിനകത്ത് വരും, അത് ഇന്ന ആളുടെ സഭയായിരിക്കും. ആ സഭയോ തല്ലുപൊളി സഭയോ, ഇപ്പോഴുള്ളതിനകത്ത് തല്ലുപൊളിയാ ആ സഭ. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കപ്പോഴും ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക് അന്ന് തന്ന ദൂതായിരുന്നല്ലോ, ഞാൻ പ്രസംഗിച്ച വിഷയമായിരുന്നല്ലോ, ഇപ്പൊ എനിക്ക് കേൾക്കുന്നത്. അപ്പോൾ ദൈവം എന്നോട് പറയുന്നത്, ഈ പെന്തിക്കോസ്തിനകത്ത് പെന്തിക്കോസ് ഉണ്ടാവാനല്ല, പാരമ്പര്യ സഭ ഉണ്ടാവാനല്ല നീ പ്രാർത്ഥിക്കേണ്ട ഒറ്റ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ദൈവം തന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ഈ ബെഥേൽ വർഷിപ്പ് സെന്ററിനെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? 120 പേർ മർക്കോസിന്റെ മാലയെ കൂടി നന്മയും സുഖങ്ങളും എല്ലാം വിട്ട് ജീവനെ പേടിച്ചു. മരണം പേടിച്ചു. അയ്യോ, ഞാൻ പുറത്തു പോയി ദൈവത്തിന്റെ പൈതൽ എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ പൈതൽ എന്ന് പറഞ്ഞാൽ അവർ കൊന്നുകളയും. അത് പേടിച്ച് 120
120 പേർ മർക്കോസിന്റെ മാളികയിൽ ഇരുന്നു. അവിടുന്ന് ഒരു സഭയുണ്ടായി. ആ സഭയാണ് യഥാർത്ഥ പെന്തക്കോസ്ത്. ആ സഭയിലേക്ക് ഈ പേര് വരുന്നത്. ആ സഭയിലേക്ക് ഈ പേര് വരുന്നത്. അപ്പൊ ആ സഭ വന്നു കഴിഞ്ഞാൽ സഭ വന്ന ഭാഷ ഞങ്ങൾക്ക് എന്ത് ഗുണം? ആ സഭ വന്നാലേ ഗുണമുള്ളൂ. ആ 120 പേര് ഭയത്തോട് ജീവനെ പേടിച്ചിരുന്നത് ആ 120 പേരുടെ മേളിലാണ് എന്ത് വെളിപ്പെട്ടത്? പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതിൽ പിന്നെ രോഗികളില്ല. രോഗിയെ സൗഖ്യമാക്കുന്നവരവിടിരിക്കുന്നു. രോഗിയെ സൗഖ്യമാക്കുന്നവരവിടിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്ക്. രോഗിയില്ല. പിന്നെ രോഗിയില്ല. ഇന്നിപ്പോ രോഗിയാ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പക്ഷേ എന്ന് പറഞ്ഞ് കയറി വന്നവരെ രോഗിയില്ല. രോഗി വരട്ട പ്രാർത്ഥിക്കാൻ തയ്യാറാ. സുഹൃത്തുക്കളുടെ നാട്ടുകാരുടെ ബന്ധുക്കളുടെ ഞാൻ രോഗിയായിട്ടിരിക്കുക. സ്തോത്രം. അതങ്ങോട്ട് അന്നത്തെ അഭിഷേകം അങ്ങോട്ട് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ തിരക്കി രോഗികൾ സൗഖ്യമാകും. നമ്മളെ തിരക്കി രോഗികൾ വീട്ടിൽ വരും. എന്നെ ഒന്ന് പ്രാർത്ഥിക്കുമോ, എനിക്ക് സൗഖ്യമാകും. ഒരു പ്രാർത്ഥിച്ചിട്ട് വെള്ളം തരുമോ, പ്രാർത്ഥിച്ചിട്ട് എണ്ണ പൂശുമോ, എനിക്ക് വേണ്ടി ഒന്ന് സൗഖ്യമാക്കാൻ. ആര് സൗഖ്യമാക്കും? ആ ഒരു കൃപാവര ശുശ്രൂഷയിലേക്ക്, ആ ഒരു അഭിഷേകത്തിലേക്ക് സഭ മാറുവാൻ വേണ്ടിയാണ് ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് മുതലുള്ള വാർത്തകൾ ഇന്ന് വരെ ഈ നിമിഷം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യമാണ്. 120 പേർ കൂടിയ സഭ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ സഭ സ്റ്റെപ്പ് വെച്ച് കയറാൻ നോക്കി. കാര്യം എന്തുവാ? 120 പേർ കൂടുന്ന മുമ്പേ അവർ പിന്മാറ്റത്തിൽ പോയി, അവർ തിരിഞ്ഞു പോയി, അവർ ഭയപ്പെട്ടു പോയി. പക്ഷെ 120 പേർ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് മർക്കോസിന്റെ മാളികയിൽ കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ ഒരു വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി അങ്ങോട്ട് വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടു പോയില്ല. അവർ ജീവനെ പേടിച്ചിരുന്നവരുടെ ജീവന് അവർ വില കൊടുത്തില്ല. അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞു, യേശുവിന് വേണ്ടി മരിക്കാൻ ഞങ്ങൾ തയ്യാറാ, യേശുവിന്റെ കൽപ്പന ഉയർത്താൻ ഞങ്ങൾ തയ്യാറാ, യേശുവിന്റെ നാമത്തെ ഉയർത്താനാ ദൈവം എന്നെ എന്റെ കുടുംബത്തെ വിളിച്ചിരിക്കുന്നത്. യേശുവിനെ ഉയർത്തുന്നതിനകത്ത് ഞങ്ങൾക്ക് ഭയമില്ല. സഭയുടെ കാഴ്ചപ്പാടുകൾ കണ്ടപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ആള് കൂടിയപ്പോഴും ഞങ്ങളുടെ കാഴ്ചപ്പാട് മാറിയില്ല, ആള് കുറഞ്ഞപ്പോഴും കാഴ്ചപ്പാട് മാറിയില്ല. കാര്യം ആള് കുറയുവാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഈ കാഴ്ചപ്പാട് കണ്ട് മുറുകി പിടിച്ചത് കൊണ്ടാണ്. പലരും പറഞ്ഞ് ഈ മുറുകി പിടിച്ചിരിക്കുന്ന കാഴ്ചപ്പാടിൽ ഒന്ന് അകന്നു മാറ്, ഇച്ചിരെല്ലാം ഒന്ന് വിട്ടുവീഴ്ച ചെയ്യും. അപ്പോഴും പറഞ്ഞ് വിട്ടുവീഴ്ചയില്ല. ഈ ദൈവം തന്നിരിക്കുന്ന തന്നിരിക്കുന്ന ദൈവം ഒരു കാഴ്ചപ്പാട് തന്നിട്ടുണ്ട്. ആ
Yes, 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 yes. Oh. ഈ കാഴ്ചപ്പാട് മംഗളപ്പെടുത്തുവാൻ മാതാപിതാവ് വന്നു, സഹോദരൻ വന്നു, ബന്ധുക്കൾ വന്നു. പക്ഷെ അവിടെ ഒന്നും കാഴ്ചപ്പാട് മാറിയില്ല. എനിക്ക് ബന്ധമോ സ്വന്തമോ കൂട്ടോ ബന്ധമൊന്നും അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് നസ്രനായ യേശു. ദൈവം തന്ന ആ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോവാനാണ് ആരാഗ്രഹിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവസഭയ്ക്ക് ദൈവം ഒരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് വളരെ കർത്താവ് നമ്മളെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു എന്ന് പറയാമോ? കർത്താവ് നമ്മളെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു? നമ്മളെ ആരെന്ന് പറയണം? നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അയാൾ ഭയങ്കര പിടിവാശിയാണ്. അയാളുടെ ഒരു കാര്യം പറഞ്ഞ് നടക്കപ്പെടുന്നു. അങ്ങനെ പറയുന്ന സാക്ഷ്യമല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവനൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് അവനെ മാറ്റാൻ പറ്റും. ആ വിശ്വാസത്തിന് അവനെ മാറ്റാൻ പറ്റും. കഴിഞ്ഞ ദിവസം നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ മാധ്യമത്തിലെല്ലാം കണ്ട് ഒരു ദേവാസനെ തല്ലി ചതച്ച് ചാണകം വരെ എത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ ദേവാസനത്ത് പറഞ്ഞു, എനിക്ക് അവരോട് ഒരു തെറ്റുമില്ല, അവരെ വെറുതെ എനിക്ക് അവരോട് ആരുമായിട്ടും ഒരു കേസില്ല. ഇപ്പൊ പുള്ളിക്കെതിരെ കേസാണ്. എന്നിട്ട് പുള്ളി പറയും സാരമില്ല, ഈ കേസ് അനുഭവിക്കാനുണ്ടായ. നമ്മളെ നോക്കിയാൽ ആരെ നോക്കിയെന്ന് പറയണം? യേശുവിനെ നോക്കിയെന്ന് പറയണം. പകരം നമ്മളെ മനസാക്ഷിയോട് നമുക്കൊന്ന് ചോദിക്കാം, നമ്മൾ നോക്കിയ യേശുവിനെ നോക്കുന്നവരെ പറയാൻ പറ്റുമോ? നമ്മളെ നോക്കിയിട്ട് പറയാം, എന്നെ നോക്കിയ യേശുവിനെ നോക്കിയെന്ന് പറയാൻ പറ്റുമോ? നമ്മളെ വായ അങ്ങോട്ട് തുറന്നാൽ മതി, ശവക്കുഴിയെ തോന്നും. സ്തോത്രം. ആ ഒരു ഭാഗം കൊണ്ട് സ്തോത്രം പറയുന്നത് വലിയ പറയുന്നതല്ല. പക്ഷെ നല്ല ചില സ്വഭാവം അറിയണമെങ്കിൽ യേശു നോക്കിയെന്ന് പറയാൻ പറ്റൂ. നമ്മളെ നോക്കിയാൽ യേശുവിനെ നോക്കിയെന്ന് പറയാൻ പറ്റും. ഇന്ന് നമ്മുടെ സഭയെ നോക്കിയാൽ യേശുവിനെ നോക്കിയെന്ന് പറയാം. യേശുവിനെ നോക്കിയെന്ന് പറയാം. ദൈവങ്ങളെ തിരിച്ചറിയണം, യേശുവിനെ നോക്കിയെന്ന് പറയാം. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് ഇട്ടു. ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു പാസ്റ്റർ, ശക്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ശക്തമായ ദൈവം വലിയ സഭയുള്ള, ഒരു നല്ല സഭയുള്ള, ശക്തമായ പ്രഭാവനമുള്ള, ശുശ്രൂഷയുള്ള ഒരു ദേവാസനം കഴിഞ്ഞ ദിവസം എന്നെ ഇട്ടിട്ട് പറയും, പക്ഷേ ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട്, എന്നെ ഓർമ്മയില്ലേ, ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട്, പല മീറ്റിംഗ് ഉണ്ടെങ്കിൽ പറഞ്ഞു. ഞാൻ വന്ന് ഇത്രയും കർത്താവ് തന്നെ വിളിച്ചിരിക്കുന്ന വിളിയുടെ യോഗ്യത നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ദൈവം ഇത്രയെല്ലാം നന്മ തന്നിട്ടും അനുഗ്രഹം തന്നിട്ടും ഇപ്പോഴും നീ എന്തുവാ ഞാൻ പിന്നെ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ ആ പരിപാടി നിർത്തി. സ്തോത്രം. എന്നോട് പറയാം, ഞാനുണ്ട്, കുറച്ച് ദിവസം ഉണ്ട്, മീറ്റിംഗ് ഉണ്ടെന്ന് പറയാൻ. അതിനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, ആ മിനിസ്ട്രിക്കല്ല വിളിച്ചിരിക്കുന്നത്. ദൈവം നിന്നെ മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ വിടേണ്ട സ്ഥലങ്ങളിൽ കർത്താവ് വെച്ചിട്ടുണ്ട്. അവിടെ പോ. കാടിനടുത്തും പോകുന്നിടത്തും എല്ലാം പോകാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. നിന്നെ വിളിച്ചിരിക്കുന്നെങ്കിൽ നിന്നെ അയക്കേണ്ട ചില അവസ്ഥയുണ്ട്. സറാഫത്തിലെ വിധവയുടെ വീട്ടിൽ അയക്കാൻ ഏലിയാവിനെ വിളിച്ചിരിക്കുന്നത്. ഏലിയാവിനെ അവിടെ പോയിട്ട് കാര്യമുള്ളൂ. അവിടെ കുര്യൻ ജോൺസ് എന്ന് പറഞ്ഞ ഞാൻ പോയിട്ട് കാര്യമില്ല. അവിടുത്തെ വിഷമ നിരങ്ങണമെങ്കിൽ ഏലിയാവിനെ നിറയെ പറ്റും. അവിടുത്തെ കാമികാലിലെ ഭരണിയിലെ എണ്ണ തീരാതിരിക്കണമെങ്കിലും, അവിടുത്തെ കാമികാലിലെ കലത്തിലെ മാവ് തീരാതിരിക്കണമെങ്കിലും, ക്ഷാമം തീരുന്നവരെ അത് അവിടെ ഉണ്ടാവണമെങ്കിൽ ഏലിയാവ് എന്നതേ പറ്റും. ഏലിയാവിനോട് മുമ്പേ പറഞ്ഞു, ആഹാവിനോട് ചെന്ന് പറഞ്ഞപ്പോഴേ പറയുക, ഇനി നിനക്ക് സറാപത്തിൽ പോകണമെന്ന് പറഞ്ഞു. തോട്ടിനരികെ പോയിരിക്കാനാണ് പറഞ്ഞത്. തോട്ടിനരികെ പോയിരിക്കാൻ പറഞ്ഞത്. നമ്മളത് 10 ചോദ്യം ചോദിക്കും. തോടിനരികെ പോയുമ്പോൾ പിന്നെ എന്തോ ചെയ്യും? ഞമ്മ എന്തോ ചെയ്യും? തോടിനരികെ പോയി കിടക്കാം, ശരിയാ. ഞമ്മ എന്തോ ചെയ്യും? അതിന് മുമ്പേ 10 വട്ടം നമ്മൾ പല ചോദ്യം ചെയ്യും. ഞാനൊരു കാര്യം പറയാം, നല്ല ആരോഗ്യത്തോടെ ബലത്തോടെ പോയിക്കൊണ്ടിരിക്കുക. ചില ശോധനകൾ കുടുംബത്തിനകത്ത് വന്നു, പ്രാർത്ഥിക്കാതിരുന്നു. ദൈവദാസൻ പറയുവോ, ദൈവത്തിന്റെ ആത്മാവിൽ സംസാരിക്കുക, നിങ്ങൾ കുറച്ച് ദിവസം ഉപവാസം എന്ന് പ്രാർത്ഥിക്കണം. കുറച്ച് ദിവസം ഉപവാസം എന്ന് പ്രാർത്ഥിക്കണം. വേറെ വീട്ടിരിക്കും. അയ്യോ പാസ്റ്റർ, ഞങ്ങൾക്കൊരു സമയമില്ല, ഞങ്ങൾ നിരക്കോടെ നിരക്കാം, ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് അവിടെ പഠിക്കാൻ പോകാൻ പറ്റാതിരിക്കുന്നില്ല, ഞങ്ങൾക്ക് നിരക്കാം. ആമിസ്തോത്രം വിടുതൽ വേണം, പക്ഷെ ഉപവാസം ഒന്നിരിക്കാൻ പറ്റും.
അല്ലെ ഞങ്ങളെല്ലാം ഒന്ന് ഫ്രീ ആവട്ടെ, അല്ലെ പറയും ഞാൻ ഉപവാസത്തോടെ ജോലി ചെയ്യണം. ഉപവാസം എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കിന്റെ അർത്ഥം ഉപവാസം എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കിന്റെ അർത്ഥം ദൈവത്തോട് കൂടിയിരിക്കുക. ശരീരത്തിന്റെ ജനത്തിന്റെ സുഖങ്ങൾ വിട്ട്, ആഹാരം വിട്ട്, എല്ലാം വിട്ട് ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് ഇരിക്കുന്ന ഉപവാസം. അല്ലാതെ നീ ജോലി ചെയ്ത് പട്ടിണി ഇരിക്കുന്നതല്ല ഉപവാസം. അതിന്റെ പേര് പട്ടിണി ഇരിപ്പാണ്. അറിയുക, നന്നെ വിടുതലും വേണം. ഞങ്ങൾക്ക് വേറിട്ടൊന്നും ഇരിക്കാൻ പറ്റും. എന്ന് പറയുന്നു, പരീക്ഷ എന്ന് പറയുന്നു, പഠിത്തം എന്ന് പറയുന്നു, കാര്യങ്ങളാന്ന് പറയുന്നു, എല്ലാം പറയുന്നു. ഒരു അസുഖം അടിച്ചത് എവിടെ ലീവ് വരുന്നതെന്ന് എനിക്കറിയാം. അസുഖം അടിച്ചത് എനിക്ക് ഒരുപാട് ജോലി ചെയ്യാറുണ്ട്. അസുഖം അടിച്ചത് ഇരുന്നു പോകും. സ്തോത്രം. അപ്പോഴും എടുക്കാൻ അറിയാം, അപ്പോഴും മാറാൻ അറിയാം. അതിലും വലിയതാ ആരുടെ ശബ്ദം? ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം. സ്തോത്രം. ചിലർ എന്നോട് ഇങ്ങനെ ഒന്ന് പറയാറുണ്ട്, പറയുമ്പോൾ എനിക്ക് ഭയങ്കര വേദന. ഞാൻ പിന്നെ ആ വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നില്ല. കാര്യമില്ല. പണ്ടെന്ന് പറഞ്ഞ എല്ലാ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കുമായിരിക്കും, ഇന്നത് ചെയ്യണം, അത് ചെയ്യണം, അത് ചെയ്യണം. ഇപ്പൊ ആ പരിപാടി എല്ലാം നിർത്തി. ഇപ്പൊ ദൈവവചനം പ്രസംഗിക്കും, ആ വചനം പ്രസംഗിക്കും, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയും പറയേണ്ട കാര്യം പറയും, തീർന്നു. പിന്നെ അതിന് പുറകെ നിൽക്കത്തില്ല. പുറകെ നിൽക്കേണ്ടത് ആരോഗ്യമില്ല, ആ കേൾക്കുന്ന വ്യക്തിയാണ്. ദൈവമത്തിന്റെ പുറകെ നിന്ന് അത് പ്രാപിച്ചെടുക്കേണ്ട വ്യക്തി ആർക്കുള്ളതാണ്. അല്ലാതെ അത് പറഞ്ഞു കൊടുത്ത് അത് ചെയ്യല്ല, ഇത് ചെയ്യല്ല അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴാ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാഴ്ചപ്പാടെല്ലാം അങ്ങോട്ട് വ്യക്തീകരിക്കാൻ തുടങ്ങിയപ്പോഴാ കൂടി വന്ന ആളെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, കുറയാൻ തുടങ്ങി. അവരുടെ പാവത്തെ എല്ലാം അങ്ങോട്ട് വെളിപ്പെടുത്തിയപ്പോൾ പക്ഷെ അത് കുഴപ്പമില്ല, പക്ഷെ കുറച്ച് അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി. ചിലവരോട് എന്തുണ്ടെങ്കിലും ഭാഷയോട് പറയണം, എന്തുണ്ടെങ്കിലും പറയാൻ തുടങ്ങട്ടെ. 2 ആഴ്ച കഴിയുമ്പോൾ 3 മിനിറ്റ് ഒറ്റ പോകൂ. സ്തോത്രം. പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ പാഠം പഠിച്ചു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയത്തില്ല. കാര്യം എന്തുവാ? പറയേണ്ടതല്ലാതെ പറയും. ഏറ്റെടുത്താൽ വിടുതല. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വമാണ്, വിടുതലുണ്ട്. സ്തോത്രം. നമ്മൾ പോകേണ്ട ചില ശുശ്രൂഷകളുണ്ട്, നമ്മളെ അയക്കേണ്ട ചില ശുശ്രൂഷകളുണ്ട്, നമ്മൾ ചെല്ലേണ്ട വീടുകളുണ്ട്, നമ്മൾ ചില പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളുണ്ട്. അവിടെ പ്രാർത്ഥിക്കാൻ നമ്മളെ ആരയക്കുന്നുള്ളൂ, ദൈവം അയക്കത്തുള്ളൂ. അല്ല ഞാൻ അങ്ങോട്ട് കിടന്ന് പറയണ്ട, ഞാൻ അങ്ങോട്ട് കിടന്ന് ചോദിക്കണ്ട. ആ ചോദിക്കുന്ന ആരുടെ നാമത്തെ ദുഷിപ്പിക്കുക? കർത്താവിന്റെ നാമത്തെ ദുഷിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ കർത്താവിന്റെ സന്നിധി വന്നപ്പോ ആദ്യത്തെ ചില ദുഃഖങ്ങൾ എനിക്ക് വന്നു. ഞാൻ ചില ദുഃഖങ്ങൾ ഷെയർ ചെയ്തപ്പോൾ എന്റെ ദൈവം എന്നോട് പറഞ്ഞു, സ്തോത്രം, എന്റെ നാമം ലജ്ജിപ്പിക്കാനല്ല നിന്നെ ഞാൻ വിളിച്ചത്, എന്റെ നാമം ഉയർത്തുവാൻ. അപ്പൊ ഞാൻ പറഞ്ഞ കർത്താവെ, ഞാൻ ഷെയർ ചെയ്യുന്ന ദൈവമക്കളോടാ ഷെയർ ചെയ്യാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞു? നിന്റെ വിഷയം മൊത്തം തീർക്കാൻ എനിക്കേ അറിയുന്നു. നിനക്ക് എന്തോ വേണ്ടെന്ന് എനിക്കറിയാം. നീ എന്റെ അടുത്താ വന്നത്, നീ എന്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ മതി. ആരെനിക്ക് ദൈവമക്കളുടെ വിഷയം ദൈവസഭയ്ക്കകത്ത് പ്രാർത്ഥിക്കാം. സഭ അവർക്കുള്ളതാ, ആർക്കുള്ളതാ? ദൈവമക്കളുടെ സഭ. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന മൊത്തം സഹോദരങ്ങളാ, സഹോദരികളാ, ദൈവമക്കളാ. ദൈവം കൂട്ടിച്ചേർക്കുക. അപ്പോഴും സഭയിൽ എഴുന്നേറ്റ് നമ്മളെ വിഷയം പറയാം. അപ്പൊ എല്ലാവരും ഒത്തൊരുമയോട് പ്രാർത്ഥിക്കുമ്പോ ആര് മറുപടി തരും? അല്ല, അന്യനോട് ചെന്ന് നിന്റെ വിഷയം പറയരുത്. അന്യനോട് ചെന്ന് നിന്റെ വിഷയം പറയരുത്. നിനക്ക് എവിടാ ചെന്ന് സംസാരിക്കേണ്ടത്? നിന്റെ ഏത് വിഷയവും ആരെടുത്ത് ഷെയർ ചെയ്താൽ മതി? ദൈവത്തിന്റെ അടുത്ത് ഷെയർ ചെയ്താൽ മതി. ദൈവത്തിന്റെ അടുത്ത് ഷെയർ ചെയ്യുമെങ്കിൽ നിശ്ചയമായി ആര് വിടുതൽ നൽകും? കർത്താവ് വിടുതൽ നൽകും. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ വാക്യത്തിലേക്ക് ഒന്ന് വരുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. 6-ാം അധ്യായത്തിന്റെ സ്തോത്രവാചക 5-ാം വാക്യം മുതൽ വായിക്കും. ഭൂരിപക്ഷ പ്രാർത്ഥനകളും ഇന്ന് കപടഭക്തിക്കാരെ പോലുള്ള പ്രാർത്ഥനയാണ്. കാര്യം എന്തുവാ? അവർക്ക് ലോകത്തിലുള്ളവർ അവരെ പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞാൽ മതി. അവർക്ക് വിടുതൽ കിട്ടുന്നതോ വിടുതൽ കിട്ടാത്തതോ ഒന്നും അവരുടെ വിഷയമല്ല. അവർക്ക് ആത്മസാന്നിധ്യം അനുഭവിക്കുന്നതോ വിടുതൽ കിട്ടുന്നതോ ഒന്നുമല്ല അവരുടെ വിഷയം. അവരുടെ വിഷയം ഞങ്ങളെ മറ്റുള്ളവർ എന്ത് പറയണം? പ്രാർത്ഥനക്കാരെന്ന് പറയണം. കർത്താവ് അവരെ വിളിക്കുന്ന പേര് എന്ത് പറയുന്നത്? കപടഭക്തിക്കാർ. സ്വപ്നം. ഞാൻ രാത്രി 1 മണിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഞാൻ 1 മണിക്ക് ഇരുന്ന് രാത്രി പ്രാർത്ഥിക്കുന്നത്, 2 മണിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, 3 മണിക്ക് പ്രാർത്ഥിക്കുന്നത് ആരുമായിട്ടുള്ള ബന്ധത്തില്ല, ദൈവമായിട്ടുള്ള ബന്ധത്തില്ല, നാട്ടുകാരനെ കേൾപ്പിക്കാനല്ല. ആണോ?
നാട്ടുകാർ നാളെ എതിരെ പോകുമ്പോഴും ഭയങ്കര പ്രാർത്ഥനയാണ് എന്ന് പറയുന്നതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധം കൂട്ടുന്നതാണ് പ്രാർത്ഥന. നമ്മൾ എത്ര മണിക്കിരിക്കുന്നതല്ല, സ്തോത്രം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ആർക്ക് വേണ്ടത്? അത് സ്വപ്നം. ചിലവർക്ക് എന്തുവാ ഈ തെരുവുകോണിലും മറ്റുള്ളവർക്കെല്ലാം നിന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടം. കാര്യം 4 പേര് പറയണം പ്രാർത്ഥനക്കാരാണ്. നമ്മൾക്ക് അവരല്ല സർട്ടിഫിക്കറ്റ് തരേണ്ടത്, നമ്മളെ ആർക്കാ സർട്ടിഫിക്കറ്റ് തരേണ്ടത്? സ്വപ്നം. നേരത്തെ മംഗളാവണി എന്ന് പറഞ്ഞ രാത്രി എഴുന്നേറ്റ് 2 വട്ടം സംസാരിച്ചു, പിന്നെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റിയില്ല, പ്രാർത്ഥിച്ചു. അതാണ് വേണ്ടത്. ദൈവം പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം തന്നെ ഇത് പ്രാർത്ഥിച്ചോളൂ. ദൈവം ഒരു നിയോഗം തന്നെ എന്ത് ചെയ്തോളും? പ്രാർത്ഥിച്ചോളൂ. ശമൂവേൽ ബാലനെ വിളിച്ചു, 3 വട്ടം വിളിച്ചു. 3 വട്ടം ശമൂവേൽ ബാലനെ ഓർത്തെന്തുവാ? വെറുതെ ഉള്ള വിളിയാ. ഏലി പുരോഹിതൻ വിളിക്കും, അത് ഓർത്തു. ലാസ്റ്റ് ഏലി പുരോഹിതൻ പറഞ്ഞു, അടിയൻ ഇതാണെന്ന് പറഞ്ഞു നോക്ക്. അടിയൻ ഇതാന്ന് 3ാമത്തെ വട്ടം പറഞ്ഞു കഴിഞ്ഞപ്പോ ആര് സംസാരിക്കാൻ തുടങ്ങി? ദൈവം സംസാരിക്കാൻ തുടങ്ങി. ആരെ പറ്റിയാ സംസാരിക്കുന്നത്? ഏലി പുരോഹിതന്റെ പുത്രന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ തലമുറയെ കുറിച്ചുള്ള ദൂതാ പറയുന്നത്. ഏലി പുരോഹിതൻ രാവിലെ വിളിച്ചപ്പം ഏലി പുരോഹിതൻ അറിയാം ശമൂവേൽ ബാലൻ എന്തോ കണ്ടിട്ടുണ്ട്, ദൈവം എന്തോ സംസാരിച്ചു. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ പറഞ്ഞത് ഈ പള്ളി പുല്ല് എത്തിക്കാന്ന് എന്നോട് പറയുന്നത്. അവര് പേടി. ഏലി പുരോഹിതന്റെ മക്കളെ കുറിച്ചാണ് പറയുന്നത്, കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. പുള്ളിക്കാരെ അതുകൊണ്ട് മുമ്പേ പറഞ്ഞ പള്ളി പുള്ളി എത്തിക്കാതെ എന്നോട് പറയുന്നത്. അവനോട് ദൂതുകളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഏലി പുരോഹിതൻ പറഞ്ഞു, ഇത് മുമ്പേ ദൈവം എന്നോട് പറഞ്ഞതാണ്. സ്തോത്രം. ഞാൻ അനുസരിക്കാത്ത ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. സ്തോത്രം. അത് അനുസരിക്കാത്തതുകൊണ്ട് ഏലി പുരോഹിതന്റെ മക്കൾ എന്ത് ചെയ്തു? ദാരുണ്യ അന്ത്യം അനുഭവിച്ചു, മരണം അനുഭവിച്ചു. അത് നിരിഷ്ടമായ മരണത്തിലേക്ക് പോയി. കറക്റ്റ് എന്തുവാ? ദൂത് കേട്ട് ഏലി പുരോഹിതന് മുമ്പേ വെളിപ്പെടുത്തി കൊടുത്ത അപ്പോഴേ മക്കളെ കറക്റ്റായിട്ട് കൊണ്ടുപോയായിരുന്നെങ്കിൽ ഏലി പുരോഹിതന് വിഷയം വരുന്നില്ല. അവസാനം ആ ഏലി പുരോഹിതന് അസിസ്റ്റന്റായിട്ട് അല്ലെങ്കിൽ സഹായിയായിട്ട് വന്ന ശമൂവേലിന് ബാലന് വെളിപ്പെടുത്തി കൊടുത്ത് അതും കേൾക്കാതെ ഇരുന്നത് കൊണ്ട് എന്ത് പറ്റി? ദാരുണ്യ അന്ത്യം കുടുംബത്തിലുണ്ടായി. അപ്പൊ ഞാൻ നമുക്ക് ദൈവപൈതലിനെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, എത്രമാത്രം കരുതുന്നുണ്ട്. കാര്യം എന്തുവാ? ഒരുപാട് അവസരങ്ങൾ ആർക്ക് തരുന്നുണ്ട്? നമുക്ക് തരുന്നുണ്ട്. നമ്മളിൽ കുറവുണ്ടെങ്കിലും വീഴ്ചയുണ്ടെങ്കിലും മാറി വരാൻ. എന്നിട്ടും നമ്മൾ മാറാതെ പോയി കഴിയുമ്പോഴാണ് ആരെ കൈവിടുന്നത്? കർത്താവ് കൈവിടില്ല. കർത്താവ് കൈവിട്ടാൽ പിന്നെ പോയി, പിന്നെ അവനെന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിലനിൽക്കുവാൻ കഴിയും. കർത്താവ് കൈവിട്ടാൽ പിശാചിന് പിന്നെ വേണ്ട, പിശാചിന് വേണ്ട. സ്തോത്രം. നമ്മള് ചില പ്രാർത്ഥനാ വിഷയത്തിനകത്ത് നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുന്നവരാണ്, എല്ലാം ശരിയാണ് ഇന്ന് പറയുക. സ്തോത്രം. പുറത്തുള്ളവർ പ്രാർത്ഥനക്കാരൻ അറിയപ്പെടുവാനാണ് പലരും ആഗ്രഹിക്കുന്നത്. അവരെ ആർക്ക് വേണം? നമ്മളെ പുറത്തുള്ളവരല്ല അറിയേണ്ടത്. നമ്മളെ ആരെ അറിയേണ്ടത്? അകത്തുള്ളവരെ അറിയണം. നമ്മളെ വിളിച്ചത് അകത്തുള്ളവരാണ്, നമ്മളെ തിരഞ്ഞെടുത്ത അകത്തുള്ളവരാണ്. നമ്മളെ സഭയെ അറിയേണ്ടത്, കർത്താവ് അറിയേണ്ടത്, ദൈവമക്കളെ അറിയേണ്ടത്, ദൈവാസനെ അറിയേണ്ടത്. അല്ലാതെ പുറത്തുള്ളവരെ കേൾപ്പിക്കാനുള്ളതല്ല പ്രാർത്ഥന. പുറത്തുള്ളവരെ കേൾക്കുവാനുള്ളതല്ല. ഞാനും എന്റെ ദൈവവുമായിട്ടുള്ള കണക്ക്, ഞാനും എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം കൂട്ടുന്നതാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥിക്കുന്നവരെയാണ്, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന്. അടുത്തത് കർത്താവ് പറയുക, അവർക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. കാര്യം എന്തുവാ? അവർ പുറത്തുള്ളവരെ കേൾക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പുറത്തുള്ളവര് പറയും. ചില അമ്മാവന്മാരുണ്ട്, ചില അമ്മാവന്മാരുടെ അടുത്ത് എന്തിനാ പറഞ്ഞ പക്ഷേ എന്നെ നാട്ടിൽ മൊത്തം പറയും ഞാൻ ഭയങ്കര പ്രാർത്ഥനയാണ്, അവരെ കേൾക്കുന്നുണ്ട്. നാട്ടുകാർ ചോദിച്ചു. അപ്പൊ ഇത് കേൾക്കാൻ, ഇത് പറയാനും എന്തോ സന്തോഷം വന്നത്. ഇത് പറയാൻ ഭയങ്കര സന്തോഷവും. നമ്മുടെ നാട്ടുകാരല്ലേ കേൾക്കണ്ടേ നമ്മളെ പ്രാർത്ഥന? ആരാ കേൾക്കണ്ടേ? നാട്ടുകാരെ കേൾക്കാനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സവിശേഷോട് വെച്ചിട്ട് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാം, അല്ലയോ? നാട്ടുകാരെ കേൾക്കാനല്ല, ദൈവം കേൾക്കാൻ. ദൈവം നമ്മളെ ബന്ധമാ പ്രാർത്ഥന. ദൈവമായിട്ടുള്ള ബന്ധമാ പ്രാർത്ഥന, യാതനയാ പ്രാർത്ഥന, ദൈവത്തോട് അപേക്ഷയാ പ്രാർത്ഥന, ദൈവത്തിന്റെ വിടുതൽ പ്രാപിക്കേണ്ടതാ പ്രാർത്ഥന. അപ്പൊ ആരാ കേൾക്കേണ്ടത്? ദൈവമാണ്. എന്റെ പ്രാർത്ഥന ആരും കേൾക്കാവുന്നതല്ല, ദൈവം കേൾക്കാവുന്നത്. ദൈവം കേൾക്കാം. അത് മറ്റാരും കേൾക്കൊണ്ടിരിക്കാവുന്നതല്ല, ദൈവം കേൾക്കാവുന്നത് തന്നെ പ്രാർത്ഥന. മറ്റുള്ളവരെ കേൾപ്പിക്കാവുന്നതുമല്ല പ്രാർത്ഥന, മറ്റുള്ളവരോട് പറയാനുള്ളതല്ല പ്രാർത്ഥന. എന്റെ ദൈവം കേൾക്കാവുന്നതാണ്. ചിലർ പറയും ഇന്ന സമയത്ത് തന്നെ വിളിക്കല്ലേ ഞാൻ പ്രാർത്ഥിക്കുക. അതെന്തിനാ ഇവരോട് നീ പറയുന്നത്?
നിന്റെ പ്രാർത്ഥന നീയാ രഹസ്യമായിട്ട് കൊണ്ടുപോകുന്നത്, അല്ലയോ? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കൊണ്ടുകൊണ്ട് നീ ഇവരോട് പറയുന്നതിന് വേണ്ടിയാ ഞാൻ ഭയങ്കര പ്രാർത്ഥന, എനിക്ക് ഇങ്ങനെ പ്രാർത്ഥന ഉണ്ടെന്ന് പറയുന്നതാണ്. സ്തോത്രം. അത് ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ദൈവം പറയുക അവർക്ക് പ്രതിഫലം കിട്ടി. അവരാഗ്രഹിക്കുന്നത് ലോകത്തിൽ നിന്നുള്ള അനുകമ്പമായ വാക്ക് കേൾക്കാനാണ്, സൂപ്പിക്കുന്ന വാക്ക് കേൾക്കാനാണ്. അപ്പൊ അത് കേട്ടപ്പോഴേ അവരുടെ പ്രതിഫലം കഴിഞ്ഞു. അത് ആരൊക്കെ പ്രതിഫലം തരത്തില്ല? ദൈവം തരത്തില്ല. ഞാൻ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വഴി പ്രതിഫലം ആർക്കുണ്ട്? ദൈവം എനിക്ക് വെച്ചിട്ടുണ്ട്. അതെനിക്കുള്ളതാണ്. സ്തോത്രം. പ്രതിഫലം എനിക്കുള്ളതാണ്. പ്രതിഫലം രഹസ്യത്തിലല്ല, പരസ്യമായിട്ട് ദൈവം തരും. നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും അപമാനിക്കുന്നവരും വേണ്ടി പരസ്യമായിട്ടായിരിക്കും പ്രതിഫലം ആരും തരുന്നത്? ദൈവം തരുന്നത്. നമ്മളെ പ്രാർത്ഥന രഹസ്യമായിട്ടായിരിക്കും, പക്ഷെ പ്രതിഫലം തരുന്നത് ആരാ? ദൈവം പരസ്യമായിട്ടാണ്. ദൈവം ഉയർത്തും. ചിലവരുടെ വായ അടയ്ക്കും. ചിലവരുടെ ചോദ്യചിഹ്നത്തിനകത്ത് നമുക്ക് കണ്ണുനീര് വന്നിട്ടുണ്ട്. ചിലവരോട് മറുപടി പറയാതെ നമ്മൾ പോയ സമയമുണ്ട്, എണ്ണിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ആര് കണ്ടിട്ടുണ്ട്? കർത്താവ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രതിഫലം ഇവരെ ഞെട്ടിക്കുന്ന രീതിയിലായിരിക്കും ആര് തരുന്നത്? കർത്താവ് നമുക്കായി തരുന്നത്. കർത്താവ് നമുക്കായി തരുന്നത്. അടുത്ത വാക്യം. കുറെ പ്രഹസന പ്രാർത്ഥന ആർക്കും വേണ്ട? ദൈവത്തിന് വേണ്ട. അതെല്ലാം ജാതികൾ ചെയ്യുന്നതാണ് ഈ പ്രഹസനം. നമ്മൾ കേൾക്കാറില്ല. നമ്മൾ കേൾക്കാറുണ്ട് ചില അനൗൺസ്മെന്റ് വരത്തില്ല, അവിടെ ഇന്ന കാര്യം നടക്കാൻ പോകും, ഇന്ന കാര്യം നടക്കാൻ പോകും. ഇതെല്ലാം എന്തുവാ? പ്രഹസനം. ആള് കൂടാൻ വേണ്ടിയുള്ള പ്രഹസനം. അല്ല, നമ്മളൊന്നും നടക്കാനില്ല. യഥാർത്ഥമായി വല്ല നടക്കണമെങ്കിൽ രഹസ്യത്തിലുള്ള പ്രാർത്ഥനയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണം. ദൈവത്തിന് വേണം. ആ പ്രാർത്ഥനയ്ക്കകത്ത് ആര് കാണുന്നത്? പണ്ട് പെന്തിക്കോസ്തിനകത്തല്ലെങ്കിൽ കൺവെൻഷനെല്ലാം നടക്കുന്ന ഭയങ്കര സ്തോത്രം വലിയൊരു ഉണർവുണ്ടാവാൻ. ഇന്ന് പെന്തിക്കോസ്തിനകത്ത് കൺവെൻഷൻ നടക്കുന്ന എല്ലാം ആൾബലം കാണിക്കാൻ. ഈ ആൾബലം കാണിച്ചിട്ട് എന്തോ കിട്ടാണ്? ഇത് നമ്മൾ നിത്യതയെ കൊണ്ടുപോകും. ഒരിക്കലും നിത്യതയെ കൊണ്ടുപോകത്തില്ല. ചിലരോട് നമ്മളെ കൂട്ടം ഇത്രയും പേരുണ്ടോന്ന് അറിയട്ടെ, ഇത്രയും പേരുണ്ടാവുണ്ടെന്ന് അറിയട്ടെ. അറിയിച്ചിട്ടെന്ത് ചെയ്യാൻ? ഒന്നുമില്ല. സ്തോത്രം. ഒന്നുമില്ല. ഇതാരാ അറിയേണ്ടത്? ദൈവം അറിയേണ്ടത്. അടുത്തത് കണ്ടോ? നിങ്ങൾ ഏത് പ്രശ്നത്തിലാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുമ്പേ ആർക്കറിയാം? ദൈവത്തിനറിയാം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ദൈവത്തിന് എങ്ങനെ അറിയാം? ദൈവം സൃഷ്ടാവാ. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന. അപ്പൊ സൃഷ്ടിക്ക് എന്തോ വേണ്ടതെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. ഇന്ന സമയത്ത് ഇന്ന കാര്യം കൊടുക്കണമെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. കർത്താവായ യേശുവിൻ ഒരുപാട് രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ആ രോഗികളെ സൗഖ്യമാക്കിയതല്ല ജന്മനാൽ കുരുടൻ, ചെകിടൻ, ഊമർ എല്ലാം വർഷങ്ങളായി 10-35 വയസ്സായി 10-30 വയസ്സായി സ്തോത്രം, അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ കൊണ്ടായി കർത്താവായ യേശുവിന്റെ സമയമായപ്പോഴാ എന്ത് ചെയ്തേ? സൗഖ്യം ലഭിച്ചു. 30 വയസ്സായ ഒരു വ്യക്തി അവന് സൗഖ്യം വരുമെന്ന് ഓർത്തോ? അവൻ ഇതുമായിട്ട് സാഹചര്യമായിട്ട് ഒത്തുചേരാൻ തയ്യാറാണ്. പക്ഷെ അവൻ യേശുവിനെ കണ്ടപ്പോൾ അവൻ രോഗസൗഖ്യം ചോദിച്ചു. യേശു അവനെ എന്ത് ചെയ്തു? രോഗസൗഖ്യം. അപ്പൊ ഏത് വിഷയത്തിനകത്ത് പരിഹാരം ആര് വെച്ചിട്ടുണ്ട്? കർത്താവ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പന ചെയ്ത് നാട്ടുകാരെ കേൾപ്പിക്കാനല്ല നിങ്ങളുടെ പ്രാർത്ഥന. തൊട്ടപ്പുറത്തും ഇപ്പുറത്തോടും ഒരു കേൾക്കാനല്ല. നമ്മുടെ സാക്ഷ്യം കണ്ട് അവരെ കേൾക്കണം. അവർ പറയണം, ഇവര് പ്രാർത്ഥിക്കാൻ പോകുന്നത് കണ്ടോ, അവരുടെ ജീവിതത്തിനകത്ത്, അവരുടെ തലമുറയ്ക്കകത്ത്, അവരുടെ കുടുംബത്തിനകത്തല്ല ദൈവം ചെയ്യുന്നത് കണ്ടോ എന്ന് വിളിച്ചു പറയുന്ന രീതിയിൽ ആര് മാനിക്കും? ചിലർ പറയും, ഈ ഒറ്റയിലെ ബാധ്യത എന്റെ കുടുംബത്തിൽ എന്താ? ഒരു മറുപടിയും പറയില്ല. എന്ത് ചെയ്യണം? മൗനമായിട്ട് പോകണം. സ്തോത്രം. യേശുവിന്റെ ബന്ധുക്കൾ യേശുവിനോട് ചോദിച്ചു, നീ അത്ഭുതം അടയാളവും ഇങ്ങനെ കണ്ട് രഹസ്യമായിട്ട് കാണിക്കാതെ പരസ്യമായിട്ട് കാണിക്കും. അന്ന് കുറെ പേര് നിന്നെ അംഗീകരിക്കും. ബന്ധുക്കൾക്ക് അതാ ഇഷ്ടം. ചിലർക്ക് ഒരുപാട് ആളുള്ളതാ ഇഷ്ടം. അവിടത്തെ ആളാന്ന് പറയുന്നത് ഇഷ്ടം. പക്ഷെ അതിനെ ആർക്ക് വേണ്ട? ആള് കൂടുന്നിടത്ത് എന്തുണ്ടാവും? അത് നീ ഉറപ്പായിട്ട് പഠിച്ചൊരു കാര്യമാണ്.
ആള് കൂടുന്നിടത്ത് പാവം കൂടുന്നു, ആള് കുറയുന്നിടത്ത് പാവം കുറയും. സ്തോത്രം. പാവം കുറയുന്നതാണോ നമുക്ക് വേണ്ടത്, പാവം കൂടുന്നതാണോ വേണ്ടത്? പാവം കൂടുതലാണോ വേണ്ടത്, കുറയുന്നതാണ്? സ്തോത്രം. ഇന്നിപ്പോ നമ്മള് ഇവിടെ കുറച്ചു പേരേ ഉള്ളൂ. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി ഈ സഭ കണ്ണുനീര് ഒഴുക്കുന്ന കണ്ണുനീര് വലുതാണ്. കാര്യം എന്തുവാ? നമ്മള് കുറച്ച് പേരായി എത്ര സെഷനാ ഒരു ദിവസത്തെ പ്രാർത്ഥനയിൽ പോകും. ആ സെഷനിലെല്ലാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ആള് കൂടി എത്ര പ്രാർത്ഥന വരും? ഇല്ലെന്നാണ് പറയുന്നത്. നമ്മൾ ആള് കൂടിയാൽ പ്രാർത്ഥന വരുത്തിയാലേ ആരനുഗ്രഹിക്കപ്പെടും? ദൈവം നമുക്ക് അനുഗ്രഹിക്കുന്നു, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. നമുക്ക് ആള് കൂടുന്നതോ കുറയുന്നതല്ല നമ്മുടെ വിഷയം കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ്. ആ കാഴ്ചപ്പാടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനകത്തും ആര് ഉണർന്നു വരും? ദൈവം ഉണർന്നു. സ്തോത്രം. അടുത്തത് കർത്താവ് പഠിപ്പിക്കുക, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിക്കും. ഇന്ന് പ്രിയ മക്കളെ, ഈ പ്രാർത്ഥന ചൊല്ലുന്ന ദൈവം പഠിപ്പിച്ചിരിക്കുന്ന ഈ വാക്ക് പ്രകാരമാണോ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്? എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു മാതൃക പറഞ്ഞിട്ടേ ഉള്ളൂ. ഈ സ്വഭാവം ഉണ്ടാവണമെന്ന് കർത്താവ് പറഞ്ഞു. ഈ പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ടാവണം? ഈ സ്വഭാവം നമുക്കുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കാം. പറയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കണം. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ നാമം മാത്രമേ ഉള്ളൂ വിശുദ്ധീകരണം. വിശുദ്ധിയുള്ള കർത്താവിന്റെ നാമം അല്ലാതെ മറ്റൊന്നും ഈ ലോകത്തിലില്ല. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് വായിക്കുമ്പോൾ പത്രോസ് പറയുന്നത് പോലെ, പത്രോസ് ഭയപ്പെട്ട മരണം കണ്ട് ഓടിപ്പോയ ജനത്തോട് അവനെ വിധിക്കാൻ വെച്ച വ്യക്തിയുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്. എന്ത് പറഞ്ഞു? മറ്റൊരിക്കലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിലും ഭൂമിക്ക് മേലിലും ഒരു നാമം മാത്രമേ ഉള്ളൂ, യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. കാര്യം എന്തുവാ? ഇന്നിപ്പോ നമ്മൾ പഠിച്ചു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അപ്പൊ അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടുന്നത് ആര് വഴിയാണ്? ഞാൻ വഴിയാണ്. ദൈവത്തെ അറിഞ്ഞാൽ ഞാൻ വഴിയാണ്. എന്നൊക്കെ പെടുന്നുണ്ടാവണം, ഒരു സാക്ഷ്യം ഉണ്ടാവണം. എന്റെ സംസാരത്തിനകത്ത് പ്രവൃത്തിക്കകത്ത് എല്ലാം എന്തുണ്ടാവണം? ഒരു സാക്ഷ്യം ഉണ്ടാവണം. ആ സാക്ഷ്യത്തെ ആർക്ക് വേണ്ടത്? ദൈവം. സാക്ഷിയില്ലാത്ത ജീവിതത്തെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. സ്തോത്രം. അടുത്തത്, നിന്റെ രാജ്യം വരണമേ. കർത്താവിന്റെ രാജ്യം വന്നു കഴിഞ്ഞാൽ എന്തുണ്ട്? എപ്പോഴും സമാധാനം, സന്തോഷമാണ്. അപ്പൊ ആരുടെ രാജ്യമോ വരേണ്ടത്? കർത്താവിന്റെ രാജ്യമോ വരേണ്ടത്, ലോകത്തിന്റെ രാജ്യമല്ല വരേണ്ടത്. അപ്പൊ കർത്താവിന്റെ രാജ്യം വരണമെന്ന് പ്രസംഗിക്കാനും കർത്താവിന്റെ രാജ്യം വരണമെന്ന് ആഗ്രഹിക്കാനും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കേണ്ടത് നമ്മളാണ് എന്ന് പറയുക. ലോകപരമായി പെന്തക്കോസ്തിനകത്ത് പല MLA MP ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ശരിയാണ്? ശരിയാണോ? നമുക്ക് ആരെ വരാമോ? കർത്താവിന്റെ രാജ്യം വരണമേ. നമ്മൾ ഈ ലോകത്തൊന്ന് പോകേണ്ടവരാ. എന്നാൽ ഈ ലോകത്തൊന്ന് പോയേ പറ്റും. നമുക്ക് മാറ്റപ്പെടുന്നവരാ. എപ്പോഴായാലും നമ്മൾ പോകും. അപ്പോൾ നമ്മൾ ഈ ലോകമായിട്ടുള്ള ബന്ധം തീർന്നു. സ്തോത്രം. അപ്പൊ ആരുടെ രാജ്യം വരുന്നത്? അപ്പൊ കർത്താവിന്റെ രാജ്യമാണ് വേണ്ടത്. കർത്താവിന്റെ രാജ്യം ആഗ്രഹിക്കുന്നവനെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അടുത്തത്, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം അത് ഭൂമിയിലുമാണ്. കാര്യം ഞാൻ ഭൂമിയിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവണമെങ്കിൽ അതിന് ആരായി തീരണം? നമ്മൾ ഓരോരുത്തരും മാറണം. കർത്താവിന്റെ ഇഷ്ടം ചെയ്യാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. കർത്താവ് നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടിയാ? തെരഞ്ഞെടുത്ത് എന്തിനു വേണ്ടിയാ? കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ, അല്ലേ? കർത്താവിന് സാക്ഷ്യം പറയാൻ. എന്റെ പൈതല, എന്റെ കുടുംബമാണ്, ഞാൻ അവന്റെ കുടുംബത്തിന്റെ നായകൻ. എന്റെ സഹോദരന, സഹോദരിയ, മകനെ എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നത് ഞാനാണ്. അവൻ എവിടെ ചെന്നാലും എന്റെ നാമം ഉയർത്താമെന്ന് പറഞ്ഞു. അതിനെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുക, പറയുക. സ്തോത്രം. ഭൂമിയിലും ആകണമേ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആവണം. ഭൂമിയിലും ആവണമെങ്കിൽ നമ്മൾ ആരുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. ദൈവമായിട്ട് ആരുമായ ബന്ധം ഉണ്ടാവണം. ഭൂമിയിൽ മൊത്തമൊന്നും ആയില്ലെങ്കിൽ പോലും എന്റെ ഭവനത്തിലാകണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്റെ ഭവനത്തിലാവണം. കർത്താവിന്റെ ഇഷ്ടമേ എന്റെ ഭവനത്തിൽ നടക്കാവൂ. കർത്താവിന്റെ ഇഷ്ടമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവൂ. അതിന് ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം. കർത്താവിന്റെ ഇഷ്ടം മാറി ഒരു കാര്യം ഞങ്ങൾ ചെയ്യാൻ അനുവദിക്കരുത്.
ദൈവം അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ഇഷ്ടമേ നമ്മുടെ കുടുംബത്തിനകത്ത് വരത്തുള്ളൂ. നമ്മുടെ കുടുംബത്തിനകത്ത് മാനസാന്തരപ്പെടാത്തവരുണ്ട്, രക്ഷിക്കപ്പെടാത്തവരുണ്ട്. അവിശ്വാസമല്ല ഈ രീതിയിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ത് ചെയ്യും? നമ്മുടെ കുടുംബത്തിനകത്ത് രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടും, മാനസാന്തരപ്പെടാത്തവർ മാനസാന്തരപ്പെടും. കാര്യം ദൈവ പൈതലിൽ നിന്ന് പ്രാർത്ഥിക്കുക, എന്റെ ഭവനത്തിനകത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം വെളിപ്പെടണമേ, ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ അംഗവും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ ആർക്ക് വേണം? ദൈവത്തിന് വേണം. അടുത്തത് നമ്മൾ അതിനകത്ത് നമുക്ക് തൃപ്തിയൊന്നുമില്ല. ദൈവം പറയുക അന്നൊന്നുള്ള ആഹാരം ചോദിച്ചാൽ പറയുന്നത് നമുക്ക് അത് പറ്റില്ല. നമുക്ക് ഒന്നിച്ച് സാധനം എടുക്കണം, ഇല്ലയോ? ഒന്നിച്ചെടുത്ത് വെച്ചേക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കണം. നമുക്ക് കർത്താവ് പറയുക അത് സ്തോത്രം. നമ്മള് സ്തോത്രം, ഞാൻ പറഞ്ഞ ഉദാഹരണം അതുമായിട്ടല്ല ചെയ്യുന്നത്. സ്തോത്രം, കർത്താവ് പറഞ്ഞ് നിനക്ക് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സുണ്ടാവണമെന്നാണ് ദൈവം പറയുന്നത്. ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആഹാര സാധനങ്ങൾ കൊണ്ട് വെക്കുന്നതിനുള്ള മാസം സാധനം എടുക്കുന്നത് നമുക്ക് നല്ലത്. നമ്മളെ പൈസ ഉള്ളപ്പോഴേക്കും നമുക്ക് മേടിച്ചു കൊണ്ട് വെക്കാൻ പറ്റും. അത് ഇതുമായിട്ട് ബന്ധപ്പെടുന്നില്ല. പക്ഷേ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവും. അതിന്റെ അർത്ഥം എന്തുവാ? അത്യാഗ്രഹം നമുക്കുണ്ടാവണം. അന്നന്ന് ദൈവം തന്നത് സമൃദ്ധിയോടെ തൃപ്തിയോടെ ഇരിക്കാൻ. അപ്പൊ അതിനകത്ത് ഒരു വാക്യത്തിൽ എനിക്ക് മനസ്സിലായി, ഇപ്രകാരം സ്വർഗത്തിലെ ഇഷ്ടം ഭൂമിയിൽ വരണമേ, ഭൂമിയെ കട്ടി എന്റെ ഭവനത്തിനകത്ത് വരണം. പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവന്റെ ഭവനത്തിനകത്ത് അവൻ ഇഷ്ടമുള്ള ആഹാരം ദൈവം. അവൻ അന്നന്ന് എന്തൊക്കെ അവന് ഇഷ്ടപ്പെടുന്ന ആ രീതിയിൽ എത്തി അവനോട് സ്തോത്രം. നേരത്തെ വചനത്തിനകത്ത് വായിച്ചപ്പോ പറഞ്ഞു, എന്ത് പറഞ്ഞു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ സകല വായിൽ നിന്ന് വചനത്താലെ ജീവിക്കുന്നു. എങ്കിൽ ദൈവവചനം പറയുന്നു, സ്തോത്രം, അല്ല ദൈവം അവന് വേണ്ട ആഹാരം അന്നെന്നുള്ളതിനകത്ത് തൃപ്തിപ്പെടുന്നവരെയാണ് ആർക്ക് വേണ്ടത്? അത്യാഗ്രഹം കാണിക്കുന്നവരെ ദൈവത്തിന് വേണ്ട. ഇന്ന് നമ്മളെ ചുറ്റുവട്ടം മൊത്തം നടക്കുന്നത് എന്തുവാ? അത്യാഗ്രഹം. ക്ലിയർ? സ്തോത്രം. നമ്മളെ വീട്ടിലേക്ക് നമ്മൾ നോക്കാതെ നമ്മൾ മൊത്തം നോക്കുന്ന ചുറ്റുവട്ടമുള്ള വീടുകളാണ്, ബന്ധുക്കളുടെ വീടുകളാണ്. അയ്യോ അവർക്ക് കിട്ടിയല്ലോ, പിന്നെ എന്താ എനിക്കെന്താ കിട്ടിയ, എനിക്കെന്താ കിട്ടാത്ത, എനിക്കെന്താ കഴിവില്ലയോ? ഇതെല്ലാം നമ്മൾ ചോദിക്കാറുള്ള അല്ലയോ? സ്തോത്രം. കർത്താവ് പറയുക, ആദ്യം ഈ അത്യാഗ്രഹം കാണരുത്. നിനക്ക് ഉള്ളതിനകത്ത് നീ തൃപ്തിപ്പെടും. അന്നെന്നുള്ളതിനെ തൃപ്തിപ്പെടും. ദൈവം നിശ്ചയമായി ഒന്നിനെ അനുഗ്രഹിക്കും. അടുത്തത് നമ്മളെ കടങ്ങൾ നമ്മളോട് ക്ഷമിക്കണേ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് തരാനുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നീ തന്നേക്കണം, വേഗത്തിൽ തന്നേക്കണം. ദൈവത്തിന്റെ വചനത്തിനകത്ത് വേറെ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, നമ്മൾ ഒരുവരെ സഹായിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞാൽ സഹായിക്കണം. അത് കിട്ടും, കിട്ടാതിരിക്കത്തില്ല. ദൈവത്തിന് അവരെ കൊടുത്താൽ ആരും തരും. നമ്മളൊരാളെ എന്റെ ഉദാഹരണത്തെ പറഞ്ഞു, നമ്മളെടുത്ത് ഒരാൾ ഇപ്പൊ വായ്പ ചോദിക്കാൻ വന്നു. കർത്താവ് പറഞ്ഞ കൈ വെച്ചിട്ട് കൊടുക്കാതിരിക്കും. കയ്യില്ലെങ്കിൽ കൊടുക്കാൻ പറ്റും, കൈ വെച്ചിട്ട് കൊടുക്കല്ലേ എന്ന വചനം പറയാം. കൊടുക്കുമ്പോഴും നമ്മൾ അനുഗ്രഹിച്ചിട്ട് കൊടുക്കും. സ്തോത്രം പറഞ്ഞ് അനുഗ്രഹിച്ചു. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയക്കകത്ത് പറയുന്ന പോലെ, ഒരു നേതാവ് പറയുന്നത് പോലെ, പുള്ളി കൈ തരത്തില്ല. കാര്യം എന്റെ അനുഗ്രഹം ചിലപ്പോൾ നിനക്ക് കിട്ടിയാൽ. സ്തോത്രം. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരാളെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് അഭിമുഖം കേട്ടപ്പോൾ എനിക്ക് അത് ചിരി വന്നു. എന്താ പറയാ? കൈ തരത്തില്ല പുള്ളി. പുള്ളി കൈ തരാത്ത കാര്യം എന്താ പറയാ? എന്റെ അനുഗ്രഹം നിനക്ക് കിട്ടിയാൽ. അതേപോലെ അടുത്തത്, നിന്റെ രോഗം എനിക്ക് പിടിച്ചാൽ, നിന്റെ രോഗം എനിക്ക് പിടിച്ചാൽ. ഞാൻ ഓർക്കും, ഒരു മനുഷ്യന്റെ ബുദ്ധിയെല്ലാം ഇത്രയെല്ലാം ശാസ്ത്രം വളരെ ഇത്രയെല്ലാം ഭയങ്കര നോളജ് ഉണ്ടായിട്ട് പോലും ഈ അന്ധവിശ്വാസം ഒന്നും എഴുതുന്നില്ല. അന്ധവിശ്വാസം എഴുതുന്നില്ല. നമ്മൾ പൈസ കൊടുക്കുക, നമ്മളെ പൈസ ഉണ്ടെങ്കിൽ ഒരാൾ കൊണ്ട് ചോദിച്ചാൽ 100% കൊടുക്കണം, മറച്ചു കൊടുക്കണം. നമ്മൾ ഒരാൾ കടം വായ്പ ഒഴിച്ചാൽ അവരെ ഉപേക്ഷിക്കണമെന്ന് കർത്താവ് പറയുന്നു. കൊടുക്കുന്ന മുമ്പേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് ഈ സമ്പത്ത് കൊടുക്കുന്നതിനകത്ത് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകാൻ ഞാൻ ചോദിക്കാതെ തന്നെ അവർ പറയുന്ന സമയത്ത് തന്നെ അതിനു മുമ്പേ അവർക്ക് തരാനുള്ള വഴി ദൈവം അവർക്ക് തുറന്നു കൊടുക്കണം. ഈ സമ്പത്തിന്റെ വലിയ ഒരു വഴക്കുണ്ടാകും. ഇന്ന് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്ന എല്ലാം സമ്പത്ത് തിരിച്ചു പോയിക്കുന്നത്, പിണക്കങ്ങളെല്ലാം ഉണ്ടാകും. അവന് അങ്ങോട്ടുള്ള പിണക്കം ഉണ്ടാകും.
അപ്പൊ ഇത് പ്രാർത്ഥിക്കാൻ കൊടുക്കാൻ പ്രാർത്ഥിച്ചു കൊടുത്താൽ അവൻ അഥവാ തിരിച്ചു തരാൻ തന്നില്ലെങ്കിൽ ദൈവം നമുക്ക് വേറെ അനുഗ്രഹം. നമ്മളെ കടക്കാരോട് നമ്മൾ ക്ഷമിക്കുന്നത് പോലെ ആയിരിക്കും ആര് ക്ഷമിക്കുന്നത്? കർത്താവ് ക്ഷമിക്കുന്നത്. വേറെ വചനത്തിനകത്ത് കർത്താവ് പറയുന്നു, നിങ്ങളുടെ നിക്ഷേപം എവിടെ അവിടെ നിങ്ങളെ ഹൃദയിലേക്ക്. സ്വർഗത്തിലാണ് നിങ്ങളെ നിക്ഷേപമെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ എന്ത് ചെയ്യും? നല്ലതേ ചെയ്യത്തുള്ളൂ, പാപം ചെയ്യത്തുള്ളൂ, ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യും. അപ്പോഴും നിങ്ങളെ ഹൃദയം എവിടെ ഇരിക്കും? സ്വർഗത്തിലിരിക്കും. പക്ഷെ ഭൂമിയിൽ നിങ്ങൾ പാപം ചെയ്തെങ്കിൽ നിങ്ങളെ നിക്ഷേപം എവിടെ ഇരിക്കത്തില്ല? സ്വർഗത്തിൽ ഇരിക്കത്തില്ല. വചനം പറയുക, സ്തോത്രം, നിന്റെ കടക്കാരോട് നീ ക്ഷമിക്കുന്നെങ്കിൽ നിന്റെ കടകളെ ഞാൻ ക്ഷമിക്കും. ഞാൻ എന്റെ കടക്കാരോട് ക്ഷമിക്കുന്നെങ്കിൽ മാത്രമേ ആര് ക്ഷമിക്കുന്നുള്ളൂ? എനിക്ക് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവണം. വൈരാഗ്യ മനസ്സല്ല, ദേഷ്യ മനസ്സല്ല. എനിക്ക് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എന്നോട് എന്ത് ചെയ്യുന്നുള്ളൂ? അവർ ക്ഷമിക്കുന്നു. ഇങ്ങനെയാണോ നമ്മൾ പോകുന്നത്? അതോ ദൈവമക്കൾക്ക് ഒരു മാതൃകയുണ്ട്. ഏത് കാര്യത്തിനകത്ത് ദൈവമക്കൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാതൃക കർത്താവ് വെച്ചിട്ടുണ്ട്. ആ മാതൃക പ്രകാരം ജീവിക്കുന്നവരെ ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണം. സ്തോത്രം. എന്റെ കടക്കാരോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ച ആര് തരുന്നത്? എന്റെ ദൈവം എനിക്ക് തരും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ച ദൈവത്തിന്റെ വചനത്തിനകത്ത് അതിന്റെ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, നീ വിധിക്കുന്ന വിധിയാൽ നിനക്ക് വിധിച്ചു കിട്ടും, നീ അളക്കുന്ന അളവിനാൽ അളന്ന് കിട്ടും. അപ്പൊ നീ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ച ആര് പ്രതിഫലം തരുന്നത്? ദൈവം പ്രതിഫലം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ച ദൈവം പ്രതിഫലം തരും. അല്ലാതെ നമ്മൾ ചെയ്യാത്തതൊന്നും ദൈവം തരത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തതിനെയാണ് കിട്ടുന്നത്. ദൈവം പറഞ്ഞു, ചില രോഗത്തെ കുറിച്ച് പറയുമ്പോൾ സ്തോത്രം, ദൈവം പൈതലാവാതിരിക്കുന്ന ദൈവമക്കളെ കുറിച്ച് ചില രോഗത്തെ കുറിച്ച് ദൈവം പറഞ്ഞു. പാരമ്പര്യമായി സ്തോത്രം, ചില പാരമ്പര്യമായി നിന്നെ വേണ്ടി പിടിച്ചിരിക്കുന്ന രോഗം, അതിനെ മാറ്റുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിനെ കഴിയത്തുള്ളൂ. സ്തോത്രം. കർത്താവിന്റെ ശിഷ്യന്മാർ വന്ന് ഒരു അന്ധനായ മനുഷ്യൻ നോക്കിയിട്ട് വന്ന്, എന്റെ അപ്പനും അമ്മയും പാപം ചെയ്തുകൊണ്ടാണോ ഇതിന് ലഭിച്ചത്? ഈ അന്ധനായ കർത്താവിന് ഒരിക്കലുമല്ല. ഇവന്റെ അപ്പനും അമ്മയും ചെയ്തുകൊണ്ടല്ല, ഇവൻ ചെയ്തുകൊണ്ടല്ല. ഇവനൊരു നീതി വെളിപ്പെടാനുണ്ട്, ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാറുണ്ട്. അന്ന് മുതൽ അവന്റെ തൊഴിൽ മാറി. ആ ദൈവത്തിന്റെ വേല ചെയ്യാൻ തുടങ്ങി, ദൈവത്തിന്റെ ശുശ്രൂഷനായി തീരാൻ തുടങ്ങി. അന്ന് വരെ അവൻ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്ന യാചകനായിരുന്നു. യാചകന്റെ അവസ്ഥ മാറി. അവന്റെ കാഴ്ച ലഭിച്ചപ്പോൾ മുതൽ അവൻ ശുശ്രൂഷയിലേക്ക് മാറി. ഞാൻ എപ്പോഴും ആ യാചകനെ ഓർത്ത് ഞാൻ എപ്പോഴും സ്തുതിക്കാറുണ്ട്. കാര്യം എന്ന് പറയാം, അത് കഴിഞ്ഞപ്പോഴും അങ്ങോട്ട് വന്നിട്ട് ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും യേശുവിനെ പറ്റി ഇവനോട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വെച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അവൻ എടുത്ത് പറയും, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. എന്ത് കർത്താവ് പറയുന്നത്? വിശ്വസിക്കുന്നവനെ അവന്റെ വാ മൊഴിയാൽ പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണം. അതിന്റെ അർത്ഥം എന്തുവാ? ഇവൻ സുവിശേഷ വേലയ്ക്കകത്തായി, ഇവൻ ദൈവവേലയ്ക്കകത്തായി. അതുവരെ അവന്റെ യാചകൻ എന്നുള്ള പേരിൽ കിടന്നവനാ. അവൻ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ഒരു യാചകനായിരുന്നു, കാഴ്ചയില്ലാത്തതുകൊണ്ട്. പക്ഷെ കാഴ്ച കൊടുക്കുക മുതൽ അവൻ ശുശ്രൂഷിക്കുന്നു. സ്തോത്രം. ലഗ്യോൻ പിടിച്ച് ഭൂതം പിടിച്ച് കല്ലറയ്ക്കകത്ത് കിടക്കുന്നവൻ, സ്വന്തം കൈയും കാലും മുറിക്കുന്നവൻ, നാട്ടുകാർക്ക് പേടിയുള്ളവൻ, യേശു എന്നവന്റെ ഭൂതത്തെ പുറത്താക്കി കളഞ്ഞപ്പോൾ അവനോട് കർത്താവ് പറയുക, നീ ചെന്ന് നിന്റെ നാട്ടിലും വീട്ടിലും ചെന്ന് സുവിശേഷം അറിയിക്കുക, കർത്താവിനെ നാം ഉയർത്തുക. അവനെ അന്ന് മുതൽ എന്ത് ചെയ്തേക്കുക? അവൻ സുവിശേഷനായി. അതുവരെ അവനെ ഭയപ്പെട്ടവരെല്ലാം അവനെ സ്വീകരിക്കുന്ന ലെവലിലേക്ക് അവനെ മാറ്റി. ഇന്ന് പ്രിയ മക്കളെ, കർത്താവ് യേശുവിന്റെ നാമത്തിൽ നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാ? ഭയപ്പെടുത്തി നിന്ദിച്ചും പരിഹസിച്ചും അപമാനിച്ചും ഒരു മൂല കളയുവാനല്ല, ഉയർത്തുവാനായിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. എന്നെ എന്റെ തലമുറയെ കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ദൈവനാമത്തിൽ ഉയർത്തുവാൻ, സ്തോത്രം, മാനിക്കുവാൻ. സ്തോത്രം. കർത്താവ് പറയുക, മാനിക്കാൻ. അടുത്തത് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവമക്കൾക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. എന്തുവാ? പരീക്ഷയിൽ കടത്താതെ. അപ്പൊ പരീക്ഷ ഒരു ദൈവമക്കൾക്കുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് രോഗം വരുന്നു, അല്ലെങ്കിൽ പ്രതികൂലം വരുന്നു, പ്രയാസം വരുന്നു, സങ്കടം വരുന്നു, ഇതിനെല്ലാം അർത്ഥം എന്തുവാ? പരീക്ഷയുണ്ട്. നീ പ്രാർത്ഥിച്ചോളൂ, എന്നെ പരീക്ഷയിൽ അകപ്പെടുത്താതെ, ദുഷ്ടൻ എന്റെ മേൽ ജയമെടുക്കാതെ, ഇങ്ങനെ മറ്റുള്ളവർ എന്നെ പരിഹസിക്കാൻ ഇടവരുത്താതെ എന്റെ ദൈവം ചെയ്യണം, അത്ഭുതം ചെയ്യാം. അടുത്തത് കണ്ടോ? രാജ്യവും അവൻ ശക്തിയും മഹത്വവും എല്ലാം ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളതാണ്. അത് ആ വാക്ക് അവിടെ വന്നതിന്റെ കാര്യം എന്തുവാ?
ദൈവത്തിന് എല്ലാത്തിന്മേലും അധികാരം, എല്ലാ ശക്തിയും അങ്ങേക്കുള്ളതാണ്. അവസാനത്തെ വാക്കുകളിലേക്ക് വരുക. എന്തുവാ? ദൈവത്തിന് സകല രാജ്യവും മഹത്വമുള്ളത്. ഇതെല്ലാം ചെയ്തു തരുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? അങ്ങേക്കേ കഴിയത്തുള്ളൂ. എന്റെ ബുദ്ധിക്കോ എന്റെ ശാരീരികമായ മാനസിക അമികാലോ ചിന്തകൾക്കോ കൊടുക്കൽ വാങ്ങുകൾക്കോ ഒന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്തു തരുവാൻ കഴിയുമെങ്കിൽ അത് ആർക്കേ കഴിയത്തുള്ളൂ? സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. രാജ്യവും മഹത്വവും ശക്തിയെല്ലാം അങ്ങേക്കുള്ളതാണ്. അങ്ങേ മഹത്വപ്പെടുത്താവുന്നതാണ്. അടുത്തത്, നമ്മളോട് ദൈവം എന്തുവാ ക്ഷമിക്കുന്നത്? നമ്മൾ അങ്ങനെ ക്ഷമിക്കുന്നത്? നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവും. എങ്കിലേ ആര് നമ്മളോട് ക്ഷമിക്കത്തുള്ളൂ? സ്വർഗ്ഗത്തിലെ കർത്താവ് നമ്മളോട് ക്ഷമിക്കത്തുള്ളൂ. ദൈവത്തിന് നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവും. നമ്മൾ ക്ഷമിക്കാതെ ദൈവം നമ്മളെ ഇഷ്ടത്തോട് ക്ഷമിക്കുന്നില്ല. നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവും. ക്ഷമിക്കുന്നതെന്ന് പറഞ്ഞാൽ തൊട കൈയിടുന്നതല്ല, അവരോട് പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതല്ല. ഒരാളോട് ഒരു വൈരാഗ്യമോ ദേഷ്യവും ആർക്കുണ്ടാവല്ലേ? നമുക്കുണ്ടാവില്ല. നമ്മളോട് എത്ര ശത്രുത കാണിച്ചാലും നമുക്ക് അവരോട് വൈരാഗ്യമില്ല. വൈരാഗ്യം ദേഷ്യമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നാലും അവർക്ക് വേണ്ടി എന്ത് ചെയ്യത്തില്ല? എതിരായിട്ട് ഒന്നും നമ്മൾ പറയത്തില്ല. കാര്യം നമ്മളെ വിഷയമേ അല്ല. നമ്മളെ വിഷയമേ അല്ല. നമ്മളെ വിഷയമല്ല, അത് തീർന്നു. നമ്മളോട് കാണിച്ചാൽ ആര് ചോദിച്ചോളൂ? നമുക്ക് ചോദിക്കാനൊന്നുമില്ല. കാര്യം കർത്താവിന്റെ സൃഷ്ടികളാണ്. കർത്താവിന്റെ സൃഷ്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൃഷ്ടാവ് അനുഭവിക്കുന്നത്, അല്ല സൃഷ്ടിയല്ല അങ്ങോട്ട് സൃഷ്ടിയോട് അവൻ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ഷമിക്കാനൊരു മനസ്സ് ഉണ്ടാവും. യേശുവിനെ ധരിക്കുന്നവൻ ക്ഷമിക്കും, അവന് മനസ്സുണ്ടാവും. അവൻ ആരോടും എന്ത് ചെയ്യത്തില്ല? വൈരാഗ്യം ദേഷ്യം ഉണ്ടാവും. അടുത്തത്, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. കർത്താവിന് പുറമെ കാണിക്കുന്ന പ്രകടനം ഒന്നും വേണ്ട. നമ്മുടെ ആരെയും പുറമെ കാണിക്കുന്ന ഒരു പ്രകടനവും ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ദൈവത്തിന് അകത്തൂന്ന് വരുന്നതോ, അകത്തൂന്ന് വരുന്നതോ. പുറമെ പ്രകടനമെല്ലാം മനുഷ്യനെ കാണിക്കാനേ പറ്റും, മനുഷ്യനെ വീഴ്ത്താനേ പറ്റും. പക്ഷെ ദൈവത്തെ വീഴ്ത്താൻ പറ്റത്തില്ല. ദൈവത്തെ വീഴ്ത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അകത്തുനിന്നായി. അകത്തുനിന്നുള്ള പ്രകടനം ആരെ വീഴ്ത്താൻ പറ്റും? ദൈവത്തെ വീഴ്ത്താൻ പറ്റും. അകത്തുനിന്നുള്ളത് ആരാഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം മുഖമെല്ലാം വാരി കാണിക്കുന്നത് ആർക്ക് വേണ്ട? ദൈവത്തിന്. അവരെ ഒന്നും കർത്താവിന് വേണ്ട. കർത്താവിന് വേണ്ടത് സ്തോത്രം ആഗമേ ഉടയുന്നവരെയാണ് ദൈവത്തിന്. ഞാൻ പറയുന്നല്ലോ, ശോധനകളും പരീക്ഷകളും വരുമ്പോൾ എല്ലാം ദിവസം പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ പരീക്ഷ എന്നെ ജയിക്കാൻ അനുവദിക്കരുത്. ഈ പരീക്ഷയിൽ എനിക്കൊരു വിടുതൽ നൽകണേ. ഈ ശോധനയിൽ എനിക്കൊരു വിടുതൽ നൽകണമേ. ഞാൻ തളർന്നു പോകാൻ അനുവദിക്കല്ലപ്പ. എനിക്ക് ജയിച്ചേ പറ്റത്തുള്ളപ്പ. എനിക്ക് അനുഗ്രഹം തന്നെ പറ്റും. ചില രോഗങ്ങൾ വരുമ്പോൾ, ചില വ്യാധികൾ വരുമ്പോൾ എനിക്ക് ശാരീരികമായ എന്നെ അവസ്ഥ കൊണ്ടുപോകും. 1-2 ദിവസം കഴിയുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, എന്നെ ഇങ്ങനെ പോകാനാണോ? ഇനി എനിക്ക് ഇതിനകത്തോട് റിക്കവർ കിട്ടത്തില്ല, എനിക്കൊരു വിടുതൽ കിട്ടത്തില്ല. അത് ചോദിക്കുമ്പോൾ 2 ദിവസത്തിനാണ് റിക്കവർ ചെയ്തു. അതിന് ഒന്നാമത്തെ കാര്യം പറയാം. ചില രോഗങ്ങൾ ലക്ഷണമല്ല ശരീരത്തിനകത്ത് വരുമ്പോൾ സ്വന്തം അതിനെപ്പറ്റി അറിയണമെങ്കിൽ യൂട്യൂബിനകത്തല്ല അടിക്കുമ്പോൾ അവർ പറയും, ഈ രോഗം അതാണ്, ഇതാണ്, ആനയാണ്, ഇങ്ങനെയാണ്, മറ്റേയാണ്. പക്ഷെ ദൈവത്തോട് ചോദിച്ചേക്കും 2 ദിവസം കഴിഞ്ഞ് ഇത് വന്നതുപോലും അറിയും. ആരെടുത്ത് മാറ്റും? അപ്പോഴൊരു കാര്യമുള്ള ദൈവത്തെ സംഖ്യ എനിക്ക് ബലപ്പെടാൻ പറ്റും. കാര്യം എന്തുവാ? ദൈവത്താൽ കഴിയാത്ത. അവര് പറഞ്ഞു ഇന്നയെന്നല്ല പറഞ്ഞു, ലക്ഷണമല്ല ഇന്നെന്ന് പറഞ്ഞു. പക്ഷെ ദൈവത്താൽ കഴിയാത്ത. പ്രിയ മക്കളെ ഓർത്തു, സ്തോത്രം, നിങ്ങൾ വാടിയ മുഖം കാണിക്കരുത്. ഉപവസിക്കുമ്പോൾ ഉണർവോണ്ടിരിക്കണം. ആരോട് പറയേണ്ടല്ലോ ഉപവാസം. ഞാൻ ദൈവമായിട്ട് ചേർന്നിരിക്കുന്ന ഉപവാസം. ആ ഉപവാസം ആക്കുമെന്നത് ദൈവത്തിന്. ഒരു നിമിഷം അവർക്ക് എല്ലാവർക്കും എഴുതുക, പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു. കർത്താവ്, ഈ ക്വാളിറ്റികൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വേണം. ദൈവം ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചു പ്രാർത്ഥന എന്താണെന്ന്. അവയെ പ്രാർത്ഥനയുടെ ക്വാളിറ്റി, പ്രാർത്ഥിക്കേണ്ട ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്തൊക്കെയാണെന്നല്ല കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചു. ദൈവം ഈ ക്വാളിറ്റി ഞങ്ങൾക്ക് ഉണ്ടാവണം. ദൈവം അപ്രകാരം ഇന്ന് പകൽ ഞങ്ങളെ മാറ്റണം. ദൈവം ഇതിനകത്ത് എന്തെങ്കിലും വീഴ്ചകളോ കുറവുകളോ അവകാല തെറ്റുകളോ ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ സർവശക്തനായ ദൈവം ഞങ്ങളുടെ കുറവിനെ ക്ഷമിക്കണം, ഞങ്ങളുടെ വീഴ്ചകളെ ക്ഷമിക്കണം, ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കണം, ഞങ്ങളുടെ തെറ്റിനെ ക്ഷമിക്കണം. ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹപ്പെടട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം
അനുഗ്രഹപ്പെടട്ടെ, ഞങ്ങളുടെ സഭയെ അനുഗ്രഹപ്പെടട്ടെ. ഇന്ന് പകൽ ചില വിടുതലോട് നടക്കട്ടെ, ചില അത്ഭുതങ്ങളോട് നടക്കട്ടെ. ഇന്ന് ഓരോ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ദൂത് അങ്ങോട്ട് നിവർത്തിയാവട്ടെ. രോഗിയായി ഇരിക്കുന്നവൻ രോഗസൗഖ്യത്തോടെ പുറത്തു വരട്ടെ. മാനസികമായി തകർന്നിരിക്കുന്നവൻ മാനസിക തകർച്ചയിൽ പുറത്തു വരട്ടെ. വിടുതലോട് പുറത്തു വരട്ടെ, അത്ഭുതത്തോടെ പുറത്തു വരട്ടെ, അനുഗ്രഹത്തോടെ പുറത്തു വരട്ടെ, അനുഗ്രഹത്തോടെ പുറത്തു വരട്ടെ, അനുഗ്രഹത്തോടെ പുറത്തു വരട്ടെ. ഇന്ന് പകല ദൈവത്തിന്റെ വലിയ കൃപയിൽ പകൽ വെളിപ്പെടട്ടെ, ദൈവജനത്തിനകത്ത് വെളിപ്പെടട്ടെ, ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. ഇത് പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോട് ഇന്ന് പകൽ വിടുതലിന്റെ പകലായി തീരട്ടെ, അത്ഭുതത്തിന്റെ പകലാവട്ടെ. ഓരോ ദൈവത്തിന്റെ ആലോചന ഓരോ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ ദൂത് ഓരോ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ വാർത്തകൾ ഓരോ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. ഞങ്ങളുടെ ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കുക. ആ ദൈവത്തിന്റെ ആലോചന ഓരോ കുടുംബത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ, ആത്മസാന്നിധ്യം വെളിപ്പെടട്ടെ, പരിശുദ്ധനായ ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം